ലൈറ്റ് ടു ലൈറ്റ് ആൻഡ് മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ തുടർച്ചയായിട്ടുള്ള 246-ാമത്തെ വെബിനാർ ആണല്ലോ ഇന്നിവിടെ ആരംഭിക്കുവാനായിട്ട് പോകുന്നത്. വളരെ സന്തോഷത്തോടുകൂടി ഏവരെയും പ്രാരംഭമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. ഏരീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ സ്ഥാപകനും സിഇഒയുമായ സർ സോഹൻ റോയ് ആണ് ഇന്നത്തെ നമ്മുടെ മുഖ്യ പ്രഭാഷകൻ. കാര്യക്ഷമതയുടെ ഏണിപ്പടികൾ, ലാഡർ ഓഫ് എഫിഷ്യൻസി എന്നതാണല്ലോ ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. ആ വിഷയത്തെക്കുറിച്ച് സോഹൻ റോയ് സാറ് സംസാരിക്കുന്നതായിരിക്കും. സർ സോഹൻ റോയിയെ കുറിച്ച് ശ്രീ വിൽസൺ കരിമ്പന്നൂർ സാർ എഴുതിയ കുറിപ്പ് ഇതിനോടകം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഏവരും വായിച്ചു കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്നിരുന്നാലും ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥിയും മുഖ്യ പ്രഭാഷകനെ കുറിച്ച് ഒന്നുകൂടി ആ കുറിപ്പിന്റെ ആധാരമാക്കി പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ സോഹൻ റോയ് സാറിനെ പറ്റി പറയുകയാണെങ്കിൽ ചിലപ്പോൾ അതിന് തന്നെ മണിക്കൂറുകൾ എടുക്കും എന്നുള്ളത് കൊണ്ട് ആ ഒരു കുറിപ്പ് വളരെ ചുരുക്കമായിട്ട് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞ് സാറിനെ സ്വാഗതം ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ബഹുമുഖ പ്രതിഭയും അതുപോലെ തന്നെ അപ്രകാരമുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയുമായിട്ടുള്ള സർ സോഹൻ റോയെ കുറിച്ച് വളരെയധികം സന്തോഷമുണ്ട് ഇന്നത്തെ നമ്മുടെ മീറ്റിംഗിൽ എത്തിച്ചേർന്നതിൽ. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ സ്ഥിരോത്സാഹത്തിലൂടെയും അതുപോലെ തന്നെ കഠിനാധ്വാനത്തിലൂടെയും ബിസിനസ് രംഗത്ത് ഉയർന്നു വന്ന സോഹൻ റോയ് സാറ് ഇന്ന് ഫോബ്സിന്റെ പട്ടികയിൽ ഇടം നേടിയ ഒരു മുൻനിര വ്യവസായിയാണ്. ഏതാണ്ട് 29 രാജ്യങ്ങളിലായി 76 കമ്പനികളുടെ ഉടമസ്ഥൻ കൂടിയാണ് സാറ്. ഒത്തിരി ലോക റെക്കോർഡുകൾ കരസ്ഥമാക്കിയ ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ പ്രതിഭാതനായ ചലച്ചിത്രകാരൻ എന്നിങ്ങനെ അനവധി വിശേഷങ്ങൾ സർ സോഹൻ റോയ് സാർ. നമ്മുടെ ഡാം 999 എന്ന ചിത്രത്തിലൂടെ സംവിധായകനായിട്ടും അരങ്ങേറ്റം കുറിച്ചു. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ സാമൂഹിക പാരിസ്ഥിതിക വിഷയങ്ങളുടെ ബോധവൽക്കരണത്തിനായിട്ട് സർ സോഹൻ റോയ് നിർമ്മിച്ച ചലച്ചിത്രങ്ങൾ പരിഗണിച്ച് അദ്ദേഹത്തിന് ഇറ്റലിയിലെ ഓർഡോ പാർട്ടീസ് ഗൾഫോയിൽ നിന്ന് നൈറ്റ്ഹുഡ് എന്ന ഉന്നത ബഹുമതി ലഭിച്ചിട്ടുണ്ട്. സർ സോഹൻ റോയിയുടെ വിശിഷ്ട സംഭാവനകൾ പരിഗണിച്ച് കാൻസ് ഫിലിം ഫെസ്റ്റിവൽ വെച്ച് ബെറ്റർ വേൾഡ് ഫണ്ടും അതുപോലെ ബാംഗ്ലൂരിൽ നടന്ന 5ാമത് ഇന്നവേറ്റീവ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ വെച്ച് ഇന്ത്യയുടെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രി ശ്രീ എൽ മുരുകനും അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. അനവധി ജീവകാരുണ്യ പദ്ധതികൾക്ക് നേതൃത്വം നൽകുന്ന സർ സോഹൻ റോയ് വ്യവസായ, സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ, പരിസ്ഥിതി രംഗത്ത് ഒട്ടനവധി പുരോഗമനപരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് സമൂഹത്തിന്റെ പുരോഗതിക്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ ദൃശ്യ മാധ്യമങ്ങൾ, സാഹിത്യം, സാമൂഹിക പ്രതിബദ്ധതയുള്ള സംരംഭങ്ങൾ എന്നിവയിലൂടെ മികച്ച സംഭാവനകൾ ഈ സമൂഹത്തിന് നൽകിയിട്ടുണ്ട്. അത് പരിഗണിച്ച് വാഗ്ദേവത പുരസ്കാരം സർ സോഹൻ റോയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ ധാരാളം കാര്യങ്ങൾ സർ സോഹൻ റോയിയെ കുറിച്ച് പറയുവാനായിട്ടുണ്ട്. സാറിനെ പറ്റി കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താലായിട്ട് മനസ്സിലാക്കും. അതുപോലെ തന്നെ സാറിന്റെ വെബ്സൈറ്റിൽ കൂടെയും സാറിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. വളരെ സന്തോഷമുണ്ട് ഇന്നത്തെ നമ്മുടെ മീറ്റിംഗിൽ വരുവാനായിട്ട് കാണിച്ച നല്ല മനസ്സിനെ ഓർത്ത് വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലും അതുപോലെ തന്നെ ഈ ലൈറ്റ് ടു ലൈറ്റ് മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ എല്ലാ അഡ്മിന്മാരുടെ പേരിലും ഇന്നത്തെ ഈ പ്രഭാഷണം നിർവഹിക്കുവാനായിട്ട് സർ സോഹൻ റോയിയെ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. നമസ്തേ, ഗുഡ് ഈവനിങ് ടു ഓൾ. ഒരു വീക്കെൻഡിൽ നിങ്ങളോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കാൻ സാധിക്കുന്നതിൽ ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് ഈ മർത്തോമ സഭയുമായിട്ട് എനിക്കൊരു ചെറിയ ബന്ധമുണ്ട്. എൻ്റെ അമ്മ കൊട്ടാരക്കര മർത്തോമ സ്കൂളിൽ ഒരുപാട് വർഷം പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 20 വർഷത്തിലേറെ അവിടുത്തെ ടീച്ചറായിരുന്നു. അപ്പം ചെറുപ്പത്തിൽ അമ്മ എന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോയി. അമ്മയായിരുന്നു അവിടുത്തെ കലാപരിപാടികളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പം യൂത്ത് ഫെസ്റ്റിവൽ ആയിക്കഴിഞ്ഞാൽ കുട്ടികളുടെ കലാപരിപാടികൾക്കെല്ലാം അമ്മ നേതൃത്വം കൊടുക്കുമ്പം എന്നെയും ചെറുപ്പത്തിലേ അവിടെ കൊണ്ടുപോകും. ഇപ്പോൾ ഈ കലാപരിപാടികളൊക്കെ കാണാറുണ്ട്, അവരോടൊപ്പം യൂത്ത് ഫെസ്റ്റിവൽസിന് പോകാറുണ്ട്. അങ്ങനെയാണ് ഈ കലയുമായിട്ട് ഒരുപാട് ഞാൻ അടുക്കുന്നതും യൂത്ത് ഫെസ്റ്റിവലുമായിട്ട് അടുക്കുന്നതുമൊക്കെ. അത് പിന്നീട് എന്നെ ഒരു പക്ഷേ സിനിമാ മേഖലയിലേക്ക് കൊണ്ടുവന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ ഈ ഏതെങ്കിലും സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പഠിച്ച സ്കൂളിനേക്കാളും കൂടുതൽ ആദ്യം മനസ്സിൽ വരുന്നത് ഈ മർത്തോമ സ്കൂളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു അസോസിയേഷൻ വിളിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ആദ്യം മനസ്സിൽ വന്നത് ഒരു ഇതേപോലുള്ള ഗതകാല സ്മരണയാണ്. അതുകൊണ്ട് ആ ഒരു ഓർമ്മ പുതുക്കൽ നടത്തിയതിനു കൂടി നന്ദി പറയുന്നു.
പിന്നെ ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കർ ഒന്നുമല്ല, പക്ഷേ ഒരുപാട് ക്ലാസ് എടുക്കാറുണ്ട്. ഇന്നും ഉച്ചയ്ക്ക് ഞാൻ 2 മണിക്കൂറിൻ്റെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അവിടെയൊന്നും പോയിട്ട് ഞാൻ ആരെയും മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയല്ല, എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, ജീവിതത്തിൽ എക്സാക്ട്ലി ചെയ്ത് പരിചയമുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുകയാണ്. അതിലൂടെ ആർക്കെങ്കിലും ഗുണമുണ്ടാവുന്നെങ്കിലും ഉണ്ടാവട്ടെ, അത്രയേ ഉള്ളൂ. അല്ലാതെ പുസ്തകങ്ങൾ വായിച്ചോ മറ്റോ ഉണ്ടാക്കിയേക്കുന്ന അറിവിനെ എടുത്ത് നിങ്ങൾക്ക് വിളമ്പുന്ന സ്വഭാവം എനിക്കില്ല. ചെയ്യാത്ത കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ താല്പര്യവുമില്ല. ചെയ്ത കാര്യങ്ങളിലൂടെ അത് പ്രാക്ടിക്കലായിട്ട് അത് 100% സംഭവിക്കും, അല്ല സംഭവ്യമാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ. എന്നെക്കുറിച്ച് ഓൾറെഡി ഒരു ഇൻട്രഡക്ഷനിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും എൻ്റെ ഇത്രയും കാലത്തെ ഒരു ജീവിത യാത്രയിൽ കുറേ അനുഭവങ്ങൾ എൻ്റെ സ്ഥാപനത്തിലൂടെ ഞങ്ങൾ നേടിയെടുത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൂടെ ഒരുപാട് പേർക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ പറയുന്നത് ഇത് കേട്ടിട്ട് ഒരു പക്ഷേ ആർക്കെങ്കിലുമൊക്കെ അത് ഫോളോ ചെയ്യുകയും അതുവഴി എന്തെങ്കിലുമൊക്കെ മാറ്റം വരാൻ സാധിച്ചാൽ അതൊരു വലിയ അച്ചീവ്മെൻ്റായിട്ട് തന്നെ ഞാൻ കരുതുകയാണ്. എൻ്റെ ഇൻഡസ്ട്രിയൽ ഡോക്ടറേറ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് എഫിഷ്യൻസി ഇംപ്രൂവ്മെൻറ്റ് സിസ്റ്റം മാനേജ്മെൻറ്റ് എന്ന് പറയും, എഫിസം എന്ന് പറയും. നിങ്ങൾക്ക് ഈ ബാക്കിൽ എഴുതിയേക്കുന്നതിനകത്ത് കാണാം, എഫിസം എന്ന് പറയും. ഞങ്ങളുടെ സ്ഥാപനം കഴിഞ്ഞ ഒരു 10 വർഷത്തിലേറെ ആയിട്ട് ഈ ഒരു സിസ്റ്റത്തിലൂടെയാണ് റൺ ചെയ്യുന്നത്. ഇതിലൂടെ റൺ ചെയ്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ വളരെ വ്യത്യാസമാണ്. ഞങ്ങളുടെ സ്ഥാപനത്തിലെ ഏതാണ്ട് ബഹുഭൂരിപക്ഷവും മലയാളികളാണ്. അതും ഞങ്ങൾ IIT നിന്നോ IIM നിന്നുള്ള ആൾക്കാരെ അല്ല എടുക്കാറുള്ളത്. ഞങ്ങൾ മിക്കവാറും എല്ലാവരും വില്ലേജുകളിൽ നിന്നുള്ളതാണ്. 90%-ലേറെ ഞങ്ങളുടെ എംപ്ലോയീസ്, ഞങ്ങൾക്ക് ഏതാണ്ട് 30ഓളം കൺട്രികളിൽ 3000-ലേറെ ടെക്നിക്കൽ സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരാരും ഒരു ഹൈ പ്രൊഫൈലിൽ നിന്ന് വരുന്നതല്ല, എല്ലാം മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു വില്ലേജ് ലെവലിൽ നിന്നൊക്കെയുള്ള ആൾക്കാരെ എടുത്തിട്ടാണ് ഞങ്ങൾ ഇവരെ മോൾഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. പക്ഷേ അതിൽ 90% ഇന്ത്യൻസ് തന്നെയാണ്. ഇന്ന് വേൾഡിൽ ഏതാണ്ട് 5ഓളം മേഖലയിൽ വി ആർ വേൾഡ് നമ്പർ 1. അത് ഈ എഫിഷ്യൻസി ഇംപ്രൂവ്മെൻറ്റിലൂടെ ഞങ്ങൾ ഇവരിലൂടെ ഉണ്ടാക്കിയ മാറ്റം, അത് ഇൻ്റർനാഷണലി നമ്മൾ ആ സർവീസ് കൊടുക്കുമ്പോൾ ഉണ്ടാക്കുന്ന അതിൻ്റെ ഒരു ബാക്കി പത്രമാണ് നമുക്ക് ഈ മുന്നോട്ടുള്ള ഈ ഒരു യാത്രയ്ക്ക് ഉതകിയിരിക്കുന്നത്. ഇതിൽ എങ്ങനെ ഞങ്ങൾക്ക് അവിടെ ആ 1ാം സ്ഥാനത്തേക്ക് എത്താൻ പറ്റി എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു പ്രഭാഷണത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും സാധിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കാര്യം നമ്മൾക്കിടയിൽ കോമൺ ആയിട്ടൊരു കാര്യമുണ്ട്, അത് സമയം എന്ന് പറയുന്ന ഒന്നാണ്. ഞാൻ ഇന്നും എൻ്റെ ജീവിതത്തിൽ ആരാധിക്കുന്നത്, ഞാൻ ബഹുമാനിക്കുന്നത്, ഏറ്റവും വലിയ ധനമായി കാണുന്നതും ഈ സമയമാണ്. അത് നിങ്ങൾക്കും എനിക്കും 24 മണിക്കൂർ തുല്യമാണ്. നമ്മൾ എന്നതിനെ റെസ്പെക്റ്റ് ചെയ്ത് തുടങ്ങുന്നു, അന്ന് മുതൽ നമ്മളുടെ ജീവിതം മാറി തുടങ്ങുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ രീതിയിലാണ് ഈ എഫിസം എന്ന് പറയുന്ന പ്രോജക്റ്റ് ഞങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ എഫിസത്തിനകത്തെ പാഠം 1 എന്ന് പറഞ്ഞ് നമ്മൾ മലയാളം പഠിക്കുമ്പോൾ പണ്ട് തറ പറ എന്ന് പറഞ്ഞ് പഠിക്കില്ലേ, അതുപോലെ പാഠം 1 എന്ന് പറയുന്നത് എഫിസത്തിനകത്ത് പങ്ക്ച്വാലിറ്റി എന്നാണ്. ഈ എന്താണ് എഫിഷ്യൻസി എന്നിപ്പം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ സബ്ജക്റ്റ് തന്നെ അതാണല്ലോ, കാര്യക്ഷമതയുടെ ഇണിപ്പടികൾ. അപ്പോൾ ഒരു എഫിഷ്യൻസി ലാഡർ നിങ്ങൾ മനസ്സിൽ കാണുക. ഇതിനകത്ത് ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ കയറി പോകണം. ഈ ലാഡറിൽ എത്ര ലാഡർ കയറണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. ഞങ്ങൾ ഏതാണ്ട് 200ഓളം പടികൾ എഫിഷ്യൻസി ലാഡറിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അത് ചിലർ 1 സ്റ്റെപ്പ് കയറും, ചിലർ 2 സ്റ്റെപ്പ് കയറും, ചിലർ 10 കയറും, 20 കയറും. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഓരോ സ്റ്റെപ്പ് നിങ്ങൾ കയറുമ്പോഴും നിങ്ങളുടെ കാര്യക്ഷമത വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, നിങ്ങളുടെ ഔട്ട്പുട്ട് മാറിക്കൊണ്ടേയിരിക്കും, നിങ്ങളുടെ വ്യക്തിത്വം മാറിക്കൊണ്ടേയിരിക്കും. കംപ്ലീറ്റ്ലി നിങ്ങളുടെ ക്യാരക്ടർ തന്നെ ഒരു 5 വർഷമൊക്കെ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ടോട്ടലി ഒരു ഡിഫറെൻറ്റ് വ്യക്തിയായിട്ട് മാറും. കാര്യം നമ്മളുടെയൊക്കെ ഉള്ളിലാണ്ട് 100ഓളം ക്യാരക്ടർ ഡെഫിഷ്യൻസീസ് ഉണ്ട്. ഈ ക്യാരക്ടർ ഡെഫിഷ്യൻസീസാണ് ഇപ്പം കൃത്യസമയത്തിന് എത്താതിരിക്കുക. അപ്പം പാഠം 1 എന്ന് പറയുന്നത് പങ്ക്ച്വാലിറ്റി. ആദ്യത്തെ സ്റ്റെപ്പ്, ഈ എഫിഷ്യൻസി ലാഡറിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് പങ്ക്ച്വാലിറ്റി. അപ്പം ഇതാണ് ഞങ്ങളിത് ഒരാളെ മാറ്റാൻ, ഇവരുടെ ക്യാരക്ടർ മാറ്റത്തിൻ്റെ തുടക്കം എന്ന നിലയിൽ പറയുന്നത്. ഓക്കെ, നാളെ മുതൽ എല്ലാവരും പങ്ക്ച്വലാവണം. 8 മണി എന്ന് പറഞ്ഞാൽ 7 മണി 59 മിനിറ്റ് 60 സെക്കൻഡ്. നാളെ മുതൽ നിങ്ങൾ ഇത് പാലിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മാസം, ഏതാണ്ട് 22ഓളം വർക്കിംഗ് ഡേയ്സ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു മാസമുണ്ട്. ഈ 22 ദിവസം നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പം ഇത് നിങ്ങളുടെ ഹാബിറ്റാവും. ഇതൊരു ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നമ്മൾ എന്ത് കാര്യവും 22 ദിവസം തുടർച്ചയായി ചെയ്തു കഴിഞ്ഞാൽ
അത് നമ്മളുടെ ഹാബിറ്റ് ആവും എന്നുള്ളതാണ് ഒരു ശാസ്ത്രീയ പഠനം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഒരു മാസം എല്ലാവരോടും പങ്ക്ച്വലാവാൻ പറഞ്ഞാൽ അവർ പങ്ക്ച്വലായി തുടങ്ങും. ജീവിതത്തിൽ കൃത്യനിഷ്ഠ ഉള്ള ഒരു വ്യക്തിയും കൃത്യനിഷ്ഠ ഇല്ലാത്ത വ്യക്തിയും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. നിങ്ങളുടെ സ്ഥാപനത്തിൽ എല്ലാവരും കൃത്യനിഷ്ഠയുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിന് നിങ്ങളുടെ കോമ്പറ്റീറ്ററിനേക്കാളും ഒരു പടി മുന്നിൽ നിൽക്കാൻ സാധിക്കും. ഇത് ഒരു സ്റ്റെപ്പാണ് എഫിഷ്യൻസി ലാഡറിൻ്റെ. ഇങ്ങനെ 200ഓളം ലാഡറുണ്ട്. അപ്പം നമ്മൾ ആദ്യമായിട്ട് ആ കൃത്യനിഷ്ഠ കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ ചെറിയ മാറ്റം വരികയാണ്. ഇങ്ങനെ 200ഓളം മാറ്റങ്ങൾ വരണമെങ്കിൽ നമുക്കിത് മാനുവലായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളൊരു സോഫ്റ്റ്വെയർ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത്, ടൈം എന്നാണ് ആ സോഫ്റ്റ്വെയറിൻ്റെ പേര്, ടു ഇംപ്രൂവ് മൈ എഫിഷ്യൻസി. കാര്യം ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് 200 പാരാമീറ്റേഴ്സിനെ മോണിറ്റർ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. കാര്യം അതിങ്ങനെ അതിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമ്മളിതിങ്ങനെ രേഖപ്പെടുത്തി ഇങ്ങനെ പോകുമ്പോൾ നമ്മളുടെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ക്രിസ്തുദേവനെ ആരാധിക്കുന്ന പോലെ നിങ്ങൾക്ക് ആരാധിക്കാവുന്ന ഒന്നാണ് സമയമെന്ന് പറയുന്നത്. ഇപ്പോൾ ക്രിസ്തുദേവൻ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ള ദൈവമായിരിക്കും. പക്ഷേ സമയമെന്ന് പറയുന്നത് ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ ഒരു വ്യത്യാസമില്ല. എല്ലാവർക്കും, ഈ ഭൂമിയിലുള്ള എല്ലാവർക്കും തുല്യമായിട്ടുള്ള ഏകമായിട്ടുള്ള ഒന്നാണ് സമയം. അവിടെ ഒരു ക്ലോക്ക് എന്ന് പറയുന്ന ഐഡലായിട്ട് മാറുകയാണ്. നിങ്ങളുടെ വർക്ക് പ്ലേസിലോ നിങ്ങളുടെ വീടുകളിലോ നിങ്ങൾ ക്ലോക്ക് വെക്കുമ്പോൾ അവിടെ ആ ക്ലോക്കിനുള്ളിൽ നിങ്ങളുടെ ആരാധനാപാത്രത്തിനെ വെച്ചോളൂ. നിങ്ങൾ ആരാധിക്കുന്ന വ്യക്തി ആരാണ്, ഏത് ദൈവമാണ്, അതിനെ വെച്ചോളൂ. അപ്പോൾ ആ ക്ലോക്ക് നിങ്ങളുടെ ഒരു ഐഡലായിട്ട് മാറുക. എവിടെ പോയാലും സമയം. ഇന്ന് നിങ്ങളുടെ കയ്യിൽ മൊബൈലുണ്ട്, അതിനകത്ത് ആ സമയം നിങ്ങൾക്ക് കാണിച്ചു തരുവാനുണ്ട്. ഇനി ആ സമയത്തിനെ എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതാണ് അടുത്ത ഒരു കാര്യം. അത് ഈ 24 മണിക്കൂറിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക. 1:1:1. അതായത് 8 മണിക്കൂർ ഈ 1:1:1 എന്തിനു വേണ്ടി ചിലവഴിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 ഫോർ യുവർ ബോഡി, 1 ഫോർ യുവർ മൈൻഡ്, 1 ഫോർ യുവർ കർമ്മ എന്നാണ്. നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി 8 മണിക്കൂർ, നിങ്ങളുടെ മനസ്സിന് വേണ്ടി 8 മണിക്കൂർ, നിങ്ങളുടെ തൊഴിലിന് വേണ്ടി 8 മണിക്കൂർ. അതായത് ഒരു മാസം നിങ്ങൾക്ക് 240 മണിക്കൂർ കിട്ടും. ഈ 3 കാര്യങ്ങൾ ഒരുപോലെ കൊണ്ടുപോയാൽ മാത്രമേ നിങ്ങൾക്ക് എഫിഷ്യൻ്റ് ആവാൻ പറ്റൂ. ഇപ്പം എഫിഷ്യൻസി അളക്കാനുള്ള ഒരു സ്കെയില് എവിടെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞങ്ങൾ എഫിഷ്യൻസിനകത്തൊരു സ്കെയില് നമ്മൾ കണ്ടെത്തുകയായിരുന്നു. അതിനകത്ത് 200ഓളം പാരാമീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് എഫിഷ്യൻസി മെഷർ ചെയ്യാനുള്ളൊരു സംവിധാനമുണ്ട്. പക്ഷേ ഇതൊക്കെ മെഷർ ചെയ്യണമെങ്കിലും നിങ്ങളൊരു എഫിഷ്യൻറ്റ് വ്യക്തിയായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ ഈ ആയുർവേദത്തിൽ നമ്മൾ എപ്പോഴും പറയും വാത പിത്ത കഫ, ഇത് 3ഉം ബാലൻസ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മളുടെ ശരീരത്തിന് ശക്തമായി എന്തിനേയും നേരിടാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ എഫിഷ്യൻ്റ് ആവേണ്ട ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ശരീരവും മനസ്സും നിങ്ങളുടെ കർമ്മവും ഒരുപോലെ ബാലൻസ് ചെയ്ത് പോകാൻ പറ്റണം. അത് സമയത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിന് വേണ്ടിയുള്ള 8 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 മണിക്കൂർ തൊട്ട് 7 മണിക്കൂർ വരെ ഉറങ്ങണം. ബാക്കിയുള്ള സമയം നിങ്ങളുടെ ഫിറ്റ്നസ്സിന് വേണ്ടി, അത് നടക്കുവാൻ വേണ്ടിയാവാം, യോഗയ്ക്ക് വേണ്ടിയാവാം, ശരീരത്തിനെ ഉത്തേജിപ്പിക്കുന്ന രീതിയിൽ, അല്ലെ ശരീരത്തിന് ശാന്തി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു 8 മണിക്കൂർ നിങ്ങൾ മാറ്റിവെക്കുക. അതിനകത്ത് നിങ്ങൾക്ക് പിന്നെ ഒന്നും തൊടാൻ പറ്റത്തില്ല. ഇനി 8 മണിക്കൂർ നിങ്ങളുടെ കർമ്മ എന്ന് പറയുന്നത്, അതായത് നിങ്ങളൊരു തൊഴിൽ ചെയ്യുകയാണെങ്കിൽ, ഒരു എംപ്ലോയി ആവാം, എംപ്ലോയർ ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്, 8 മണിക്കൂർ ആവറേജ് എന്ന് വെച്ചാൽ ഒരു മാസം 240 മണിക്കൂർ കിട്ടും. അത് നിങ്ങൾ 6 ഡേ വീക്കാണോ 5 ഡേ വീക്കാണോ അനുസരിച്ചിട്ട് 9 മണിക്കൂറാവാം, 9.5 മണിക്കൂറാവാം ഒരു ദിവസം, വീക്കെൻഡ് ഒരു ദിവസം ഹോളിഡേ കിട്ടും. അത് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ തീരുമാനിക്കുക. ഇതനുസരിച്ചിട്ട് ഈ 240 മണിക്കൂർ തൊഴിലിന് വേണ്ടി മാറ്റിവെക്കണം. അതിപ്പോൾ നിങ്ങളൊരു എംപ്ലോയി ആണെങ്കിൽ അത് നിങ്ങളുടെ എംപ്ലോയർ തീരുമാനിക്കുക അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത്. പക്ഷേ ആ 240 മണിക്കൂർ എന്ന് പറയുന്നത് തൊഴിൽ സ്ഥാപനത്തിനോട് വളരെ അടുത്ത്, അതായത് യാത്ര ചെയ്യുന്ന സമയം കൂടി നിങ്ങൾ കണ്ടെത്തണം. നിങ്ങൾ ട്രാഫിക്കിൽ കളയുന്ന സമയം ആർക്കും ഗുണമില്ലാതെ പോകുന്നൊരു കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഡ്രൈവർ ഉണ്ടാവണം, നിങ്ങൾ കാറിനകത്തിരുന്ന് മൊബൈലിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ. ഇല്ല എന്നുണ്ടെങ്കിൽ ആ സമയം വേസ്റ്റാണ്. അപ്പോൾ ഞങ്ങളുടെ എല്ലാ സ്ഥാപനത്തിൽ ഞങ്ങളുടെ എഫിഷ്യൻ്റ് ആവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഓരോ വർഷവും എംപ്ലോയീസ് ഓഫീസിൻ്റെ അടുത്തുകൊണ്ടേയിരിക്കണം. ഇന്ന് ഞങ്ങളുടെ ഇപ്പോൾ ഹെഡ് ഓഫീസിൽ നിൽക്കുന്നത് ഷാർജയാണ്. ഏറ്റവും കൂടുതൽ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നതും ഷാർജയിലാണ്. പക്ഷേ അവിടെ 90% എംപ്ലോയീസും താമസിക്കുന്നത് ഓഫീസിൽ നിന്നും 5 മിനിറ്റ് നടന്നു പോകാവുന്ന ദൂരത്തിലാണ്. പലരും പണ്ട് വളരെ അകന്ന് താമസിച്ചിരുന്ന ആൾക്കാരാണ്. അവർ ഓഫീസിലേക്ക് അടുത്തടുത്ത് വന്നപ്പോൾ
ഓഫീസിൽ പോകാനും ഓഫീസിനും വീട്ടിലും എല്ലാം ആയിട്ട് ഒരു പാർക്കിങ്ങിൻ്റെ ആവശ്യമുള്ളൂ. വീട്ടിലേക്ക് അവർ നടന്നു പോവുകയാണ്. ഉച്ചയ്ക്ക് നടന്നു പോയി വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് വരുന്നു. ഹോട്ടലിലെ ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങളൊന്നും കഴിക്കുന്നില്ല, വീട്ടിൽ പോയി വരുന്നു. വീട്ടിൽ സമാധാനം ഉണ്ടാകുന്നു. ഈ 5 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും രാവിലെയും വൈകിട്ടും എല്ലാം നടന്നു കഴിയുമ്പോൾ അത് ശരീരത്തിന് നല്ല ഒരു എക്സസൈസായിട്ട് മാറുന്നു. അപ്പോൾ സമയം ഒട്ടും പാഴാക്കാത്ത ഒരവസ്ഥ. അതോടൊപ്പം തന്നെ രാത്രിയിൽ ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ നൈറ്റ് ക്ലയൻസ് ഒരു ആവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിലാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് 24 അവേഴ്സും കോൾ പ്രതീക്ഷിക്കാം. ഇവിടെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നിടത്ത് അർദ്ധരാത്രി ആകുമ്പോൾ മറ്റൊരു സ്ഥലത്ത് പകലായിരിക്കും, അല്ലെങ്കിൽ ഷിപ്പ് ഇങ്ങനെ 24 അവേഴ്സ് റൺ ചെയ്യുന്നതാണ്. അപ്പോൾ എവിടെ നിന്നെങ്കിലും ഒരു കോൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചുള്ള അതൊരു പ്രശ്നമേ അല്ല. ഈ വീട്ടിലിൻ്റെ തൊട്ടടുത്താണ് ഓഫീസ്, അവിടെ പോയി ഒരു സാധനം എടുത്ത് കൊടുക്കുവാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ക്ലയൻസിന് ഞങ്ങളോട് ഉള്ള മമത ഞങ്ങളുടെ ഒപ്പോണൻസിനേക്കാളും വളരെ കൂടുതലാണ്. കാര്യം ഞങ്ങളെ ഒരു പണിയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഏത് അർദ്ധരാത്രിക്ക് വിളിച്ചു കഴിഞ്ഞാലും ഞങ്ങൾക്ക് അത് ചെയ്ത് സാധിക്കാൻ കൊടുക്കുമെന്നുള്ളതുകൊണ്ട് ഞങ്ങളൊരു തൊഴിൽ പണി വേണ്ട എന്ന് വെച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് ഒരു പണി നഷ്ടപ്പെടത്തുള്ളൂ. ഇല്ലെങ്കിൽ ക്ലയൻസ് ഞങ്ങളെ വിളിച്ചത് തരും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പ്രവർത്തികളിലൂടെയാണ് നമ്മൾ എഫിഷ്യൻസി കൂട്ടി 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 വേൾഡ് നമ്പർ 1 ആയത്. അത് നിങ്ങൾക്കും തീരുമാനിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയിലെ നമ്പർ 1 ആവണോ, നിങ്ങളുടെ സംസ്ഥാനത്തിലെ നമ്പർ 1 ആവണോ, രാജ്യത്തിലെ നമ്പർ 1 ആവണോ, നിങ്ങളുടെ ഏഷ്യയിലെ നമ്പർ 1 ആവണോ, അതോ ലോകത്തിലെ നമ്പർ 1 ആവണോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ നിങ്ങളൊരു ടാർഗറ്റ് ആദ്യം സെറ്റ് ചെയ്യണം. എനിക്ക് അടുത്ത 5 വർഷത്തിൽ ഞാൻ എവിടെ എത്തണം. അപ്പം ഇതിന് വേണ്ട എന്താണ്, ഒരു ലോങ് ടൈം വിഷൻ നമുക്കുണ്ടാവണം ലൈഫിൽ. അത് വ്യക്തികൾക്കും ഉണ്ടാവണം, സ്ഥാപനത്തിനും ഉണ്ടാവണം. വ്യക്തികളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയേണ്ടത് കരിയർ ഡിസൈൻ എന്ന് പറയും. നമ്മൾക്കൊക്കെ സ്കൂളിലും കോളേജിലും ഇല്ലാതെ പോയത് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടവും നമ്മളൊക്കെ ചാട്ടിയ ഏറ്റവും വലിയ തെറ്റുമാണ്. കരിയർ ഡിസൈൻ ഇല്ലാത്ത ഒരു സിസ്റ്റത്തിൽ എഡ്യൂക്കേഷൻ നടത്തി ഏതാണ്ട് 50,000 മണിക്കൂറുകളോളം നമ്മൾ നഷ്ടപ്പെടുത്തി. നമ്മൾ അക്കാഡമിക്സിൽ ചിലവഴിച്ച 50,000 മണിക്കൂറുകളിൽ 5,000 മണിക്കൂർ പോലും നമുക്ക് ഇന്ന് വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയിലേക്ക് ആവശ്യമുള്ളതല്ല, അതിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. നിങ്ങളെല്ലാവരും ഇന്ന് ചെയ്യുന്ന തൊഴിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം നിങ്ങൾ പഠിച്ചെടുത്തേക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ എന്തിനാണ് ഈ 50,000 മണിക്കൂർ ഈ അക്കാഡമിക്സിൽ പണം കൊടുത്ത് നിങ്ങൾ പഠിച്ചതും നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ അയച്ചതും? സൈൻ തീറ്റയും കോസ് തീറ്റയും എന്താണെന്ന് മനസ്സിലാക്കി അതിൻ്റെ ആവശ്യകത നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണെന്നാണ് അത് പഠിച്ചത്? നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആ ടൈം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു പഠനത്തിന് വേണ്ടി. അവിടെ നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങളൊന്നും പഠിച്ചില്ല. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഭയങ്കര എഫിഷ്യൻ്റ്, നമ്മുടെ കുട്ടികളെ നല്ല യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചാൽ നമ്മളുടെ കടമ കഴിഞ്ഞു, നമ്മുടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട മാതാപിതാക്കളാണെന്ന് കരുതും. ഒരിക്കലും അല്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബം തന്നെയാണ്, നിങ്ങളുടെ വീട് തന്നെയാണ്. അവിടുത്തെ ഏറ്റവും വലിയ മെൻറ്റർ എന്ന് പറയുന്നത് ആദ്യത്തെ ബെസ്റ്റ് മെൻറ്റർ അമ്മയാണ്, പിന്നെ അച്ഛനാണ്. ഇതൊന്നും നമ്മൾ ചെയ്യാതെ വീട്ടിൽ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ ഒന്നുമേ പഠിപ്പിക്കാതെ നമ്മളിതെല്ലാം സൈൻ തീറ്റയും കോസ് തീറ്റയും പഠിപ്പിക്കാൻ കുടുംബം പണയം വെച്ചിട്ട് യൂണിവേഴ്സിറ്റികളിലും മറ്റും അയച്ച് ഇതെല്ലാം കഴിയുമ്പോൾ ഇൻഡസ്ട്രിയിലേക്ക് വരികയാണ്. ഈ യൂണിവേഴ്സിറ്റിയിലും സ്കൂളിലും പഠിപ്പിക്കുന്ന മിക്കവരും ഇൻഡസ്ട്രി എന്താണെന്ന് അറിയാത്ത ആൾക്കാരാണ്. എ ബ്ലൈൻഡ് ഈസ് ലീഡിങ് അനദർ ബ്ലൈൻഡ് എന്ന് പറയുന്ന പോലെയാണ്. ഇൻഡസ്ട്രി കാണാത്തവർ ഇൻഡസ്ട്രിയെക്കുറിച്ച് പഠിപ്പിച്ചയക്കുകയാണ്. എന്നിട്ട് ഇവരെല്ലാം കൂടി ഇൻഡസ്ട്രിയിലേക്ക് കയറി വന്നിട്ട് ഞങ്ങളുടെ സ്ഥാപനത്തിലെ ഏറ്റവും വലിയ ഹെഡേക്ക് ഞങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴും ഫേസ് ചെയ്യുന്നത് ഞങ്ങളുടെ തൊഴിലിനെക്കുറിച്ച് ഒരു ധാരണയില്ലാത്ത കുറേ പേര് എവിടുന്നെങ്കിലുമൊക്കെയോ ഡിഗ്രി എടുത്തുകൊണ്ട് വരും. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നോക്കാറ് പോലും ഇല്ല. കാര്യം അവരെ നമുക്ക് പഠിപ്പിച്ചെടുത്തേ പറ്റത്തുള്ളൂ. ഞങ്ങളതിന് മിക്കവാറും ഇപ്പം ചെയ്യുന്നത് ഒരു ക്യാമ്പസിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആരാണെന്ന് നോക്കും. കാര്യം ഒരു ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒരു സുപ്രഭാതത്തിൽ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആവത്തില്ല. എത്രയോ നാൾ ഡിസിപ്ലിനോടുകൂടി ആ ഗെയിം കളിച്ച് അതിനകത്ത് നേതൃത്വ പാഠം തെളിയിച്ച് വളരെ അച്ചടക്കത്തോടുകൂടി കളിച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് കളിച്ച് ടാർഗറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് കളിച്ച് സമയത്തിനെ ബഹുമാനിച്ച് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി നോക്കി ഡ്രസ് കോഡൊക്കെ പാലിച്ച് ലോഗിങ് സിസ്റ്റം പഠിച്ച് ടാർഗറ്റ് ചേസിങ്ങിനെ കുറിച്ച് എന്താണെന്ന് വ്യക്തമായ ധാരണയുണ്ട്, സ്ട്രാറ്റജി ചേഞ്ചിനെ കുറിച്ച് അറിയാം, ടീം ബിൽഡിങ്ങിനെ കുറിച്ച് അറിയാം, മോട്ടിവേഷനെ കുറിച്ച് അറിയാം. ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ടതെല്ലാം ഈ ക്രിക്കറ്റിനകത്തൂടെ അറിയാതെ ആ കുട്ടി പഠിച്ചു കഴിഞ്ഞു. ഒരു അധ്യാപകനെ പഠിപ്പിച്ചിട്ടല്ല ആ ഗെയിം പഠിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കേരളത്തിലെ KCL, അതായത് ഇപ്പം IPL നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് IPLലേക്ക് സെലക്ഷൻ കിട്ടുന്നത് കേരളത്തിൽ നടക്കുന്ന ക്രിക്കറ്റ് ലീഗ് വഴിയാണ് പോകുന്നത്. KCL കഴിഞ്ഞ വർഷം തുടങ്ങിയപ്പോൾ അതിനകത്ത് ചാമ്പ്യൻസായ കൊല്ലം സെയിലേഴ്സ് ഞങ്ങളുടെ ഓൺ ടീമാണ്.
ഞങ്ങൾ കൊല്ലം സെയിലേഴ്സ് എന്നുള്ള ടീം തുടങ്ങിയേക്കുന്നത് അതിലൂടെ ക്രിക്കറ്റിലൂടെ സ്കൂൾസ് ലെവലിലും എല്ലാം ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക, അതിലൂടെ കുട്ടികളെ ഫോക്കസ്ഡ് ആയിട്ട് ഈ ഗെയിമിലൂടെ, അതായത് പുസ്തകം പഠിക്കാതെ തന്നെ അവരിൽ ലീഡർഷിപ്പ് സ്കിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളത് ഈ ഒരു ഗെയിമിലൂടെ പഠിപ്പിക്കാനുള്ള ശ്രമമാണ്. ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നവരെല്ലാം പല കോളേജുകളിലെയും ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻസ് ആണ്. കാര്യം അവർ ഓൾറെഡി ലീഡർഷിപ്പ് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി അവർക്ക് അവരെ സ്കില്ല് മാത്രം പഠിപ്പിച്ചാൽ മതി. അല്ലാതെ അവർ സ്കൂളിൽ കാണാതെ പഠിച്ച ആ സൈൻ തീറ്റയും കോസ് തീറ്റയും കൊണ്ട് നമുക്കിവിടെ ഒരു കാര്യമില്ല. അപ്പോൾ കരിയർ ഡിസൈനെ കുറിച്ച് പേരൻസിന് പോലും ധാരണയില്ല. അവർ നേരെ ഈ സ്കൂളിലേക്ക് പറഞ്ഞയക്കുകയാണ്. ഞാനിത് പറയാനുള്ള കാരണം എനിക്ക് ഇരട്ടക്കുട്ടികളാണ്. ഞാൻ ഇവരെ ഏറ്റവും നല്ല സ്കൂളിലേക്ക് പറഞ്ഞയച്ചു, ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിലേക്ക്. സൗത്ത് ആംപ്ടൺ, ഞാൻ നേവൽ ആർക്കിടെക്റ്റ് ആണ്, ഷിപ്പ് ഡിസൈനറാണ്. അപ്പം ഇന്ന് ലോകത്തിലുള്ള ഏറ്റവും ബെസ്റ്റ് നേവൽ ആർക്കിടെക്ചർ ഫേം എന്ന് വെച്ചാൽ സൗത്ത് ആംപ്ടണിലുള്ള യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഞാൻ നേവൽ ആർക്കിടെക്റ്റ് ആയതുകൊണ്ട് മക്കളും പറഞ്ഞു അവർക്കും ഇത് തന്നെ മതി എന്ന് പറഞ്ഞു. അവരെ അങ്ങോട്ട് അയച്ചു. മാസ്റ്റേഴ്സും കഴിഞ്ഞിട്ട് വന്നിട്ട് എൻ്റെ ഒരു മകൾ പറയാണ് ഇതെൻ്റെ ഫീൽഡല്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രയോ വർഷങ്ങൾ, എത്രയോ മണിക്കൂറുകൾ, എത്രയോ എഫേർട്ട്, ഉറക്കമില്ലാത്ത എത്രയോ രാത്രികൾ ചിലവഴിച്ച ഒരു കുട്ടി ഇത്രയും പഠിച്ച് വന്നിട്ട് പറയും ഇതെൻ്റെ ഫീൽഡല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആരാ ഏറ്റെടുക്കുന്നത്? ആ കുട്ടി എവിടെ എത്തിയെന്ന് ഒരു അധ്യാപകനും വിളിച്ച് ചോദിച്ചിട്ടില്ല, യൂണിവേഴ്സിറ്റി വിളിച്ച് ചോദിച്ചിട്ടില്ല. പക്ഷേ അവർ കൃത്യമായിട്ട് ഫീസ് വിളിച്ച് ചോദിച്ചു വാങ്ങിയിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കരിയർ ഡിസൈൻ പലവരെ അല്ല ഏൽപ്പിക്കേണ്ടത്. നമ്മുടെ കുട്ടികൾ നമ്മളുടെ സ്വന്തമാണെന്ന് ധാരണയുണ്ടെങ്കിൽ അത് നമ്മളുടെ വീടുകളിൽ നിന്ന് തുടങ്ങണം. എനിക്ക് ഇതിൽ നിന്ന് അറ്റൻഡ് ചെയ്യുന്ന ഇതിലെ അമ്മമാരോട് പറയാനുള്ളൊരു കാര്യമാണ്, നിങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് മെൻറ്ററെന്നോ യൂണിവേഴ്സിറ്റി എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിൽ നിങ്ങളെ വിളിക്കാം. നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാവുന്നതിൻ്റെ അത്രയും നന്നായിട്ട് ലോകത്തിലുള്ള ഒരു ടീച്ചറിനും ഒരു മെൻറ്ററിനും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഞാനും നിങ്ങളുമൊക്കെ 3 നേരവും ആവശ്യമുള്ളതും എവിടെ പോയാലും നമുക്ക് ആവശ്യമുള്ളത് ഭക്ഷണമാണ്. നമ്മൾ ഇന്ന് ലോകത്തിൽ ഇഷ്ടപ്പെടുന്ന ഏറ്റവും മികച്ച ഭക്ഷണം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വ്യക്തിക്കും അമ്മയുടെ മുലപ്പാൽ കഴിഞ്ഞാൽ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിഞ്ഞിട്ടുള്ളൊരു ഭക്ഷണം ഇന്ന് ലോകത്തിൽ ഏത് ഷെഫിനും ചെയ്തു കൊടുക്കാൻ പറ്റത്തുള്ളൂ. കാര്യം നമ്മുടെ ചെറുപ്പകാലം തൊട്ട് തന്നെ ആ ഭക്ഷണം നമ്മൾ കഴിച്ച് നമ്മുടെ ജനറ്റിക് നമ്മുടെ ജീൻസ് എല്ലാം അതിനനുസരിച്ച് ട്യൂൺഡ് ആയേക്കുന്നതാണ്. നമ്മുടെ മൈൻഡ് സെറ്റ് മൊത്തം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എല്ലാം അത് കയറി കഴിയും. ആ ടേസ്റ്റിന് ഇക്വലൻ്റ് ആയിട്ടുള്ള മറ്റൊന്നുമില്ല. പക്ഷേ ആ കറിക്കൂട്ടുകളും അത് വെച്ച് എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുന്നുള്ള കാര്യം സ്വന്തം കുട്ടികളെ അടുക്കളയിൽ ആഴ്ചയിൽ ഒരു 2 തവണയെങ്കിലും കയറ്റി 15 മിനിറ്റ് തൊട്ട് അരമണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ കുട്ടികളോടൊത്ത് കുറച്ച് ക്വാളിറ്റി ടൈം നിങ്ങൾക്ക് കിട്ടും. അമ്മയെ അവർ കൂടുതൽ റെസ്പെക്ട് ചെയ്യും. അമ്മ ഒരു കാര്യം പഠിപ്പിച്ച് തന്നു കഴിഞ്ഞാൽ അമ്മയെ ഒരു ഗുരുവായിട്ട് അവർ കണ്ടു തുടങ്ങും. നിങ്ങളുടെ കഴിവ് കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിച്ച് അവരെ നല്ല രീതിയിൽ ഒരു 25 ഡിഷ് നിങ്ങൾക്കറിയാവുന്നത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി, അവർക്ക് എവിടെ പോയി കഴിഞ്ഞാലും ഈ ഹോട്ടലിൽ ഭക്ഷണം വാങ്ങാതെ സ്വന്തമായിട്ട് കഴിക്കാൻ സാധിക്കും. അതിൽ പലരും ഷെഫായിട്ട് നാളെ മാറിയെന്നിരിക്കും. ഇത് ഞാൻ പറയുന്ന കാര്യം ഞാൻ ചെയ്യാതിരുന്നത് ഞാൻ ചെയ്തൊരു മിസ്റ്റേക്കാണ്. നിങ്ങൾക്ക് ഇനി കറക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, എനിക്ക് എൻ്റെ കുട്ടികളെല്ലാം വലുതായി, അവർ ഒരാളുടെ വിവാഹം കഴിഞ്ഞ് അടുത്ത് കഴിയാൻ പോകുന്നു. ഇനി എനിക്ക് അവരെ പഠിപ്പിച്ചെടുക്കാൻ പറ്റില്ല. ഞാനും പഠിക്കാതെ പോയൊരു കാര്യമാണ്. പക്ഷേ അടുത്ത ജനറേഷനെ നമുക്ക് അങ്ങനെ മാറ്റരുത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സ്ഥാപനത്തിലെ എല്ലാ എംപ്ലോയീസിൻ്റെയും കുട്ടികളുടെ കരിയർ ഡിസൈനിൻ്റെ മെൻറ്റർ ഞാനാണ്. എല്ലാ മാസവും ഇവരെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഇവർക്ക് കൊടുക്കുന്ന ടാർഗറ്റ്സിൽ മെയിൻ ടാർഗറ്റ്സ് ആയിരുന്നു 25 ഡിഷ് എന്ത് വന്നാലും അമ്മയോടൊപ്പം നിന്ന് അടുക്കളയിൽ നിന്ന് പഠിച്ചേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ് അവരുടെ ഫിനാൻസ് മാനേജ്മെൻറ്റ് അവർ സ്കൂൾ ലെവലിൽ നിന്ന് തുടങ്ങണം. പല കുട്ടികളും ഇന്ന് ചെയ്യുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് നിന്ന് അവരറിഞ്ഞോ അറിയാതെ അവരുടെ പണം എടുത്തുകൊണ്ടാണ് പോക്കറ്റ് മണി ആയിട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെയല്ല. എൻ്റെ പേരൻസിൽ നിന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു പാഠം, എൻ്റെ അച്ഛൻ എനിക്ക് പുള്ളി വളരെ അറിഞ്ഞുകൊണ്ട് പഠിപ്പിച്ചാണെന്ന് എനിക്കറിയില്ല, ഒരുപക്ഷെ പുള്ളിയുടെ ശീലത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തായിരിക്കും. ചെറുപ്പത്തിൽ എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു ജോബ് തരും. ആ ജോബ് ഒരു അരമണിക്കൂറായിരിക്കാം, 1 മണിക്കൂർ ജോബ് ചെയ്ത് വരുമ്പോൾ എനിക്കൊരു പോക്കറ്റ് മണിയായിട്ട് അന്നത്തെ 10 പൈസയോ 15 പൈസയോ ആ സമയം അനുസരിച്ചിട്ട് അത് തരും. എന്നെ സംബന്ധിച്ചോളം എനിക്ക് വ്യക്തമായിട്ടറിയാം എൻ്റെ അരമണിക്കൂറിൻ്റെ വില 10 പൈസയാണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അന്ന് മനസ്സിലായി. എൻ്റെ അവർലി റേറ്റ് എന്താണെന്ന് ഞാൻ അറിഞ്ഞു തുടങ്ങിയത് ചെറുപ്പത്തിലാണ്. എനിക്ക് ആ 10 പൈസ മതി പിറ്റേ ദിവസം സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ആരോടും പറയാതെ സ്വന്തമായിട്ട് പോയിട്ട് ഒരു ഇടയ്ക്ക് പോയി നെല്ലിക്ക വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ മിഠായി വാങ്ങാനോ ഒക്കെ ആയിട്ട് ഞാൻ അധ്വാനിച്ച തുക മതി. അത് തന്നെ ഞാൻ തുടർന്ന് വന്ന് അത് പിന്നീട് അരമണിക്കൂർ എന്നുള്ളത് 1 മണിക്കൂർ വർക്ക് ചെയ്യാൻ തുടങ്ങി, 1.5 മണിക്കൂർ വർക്ക് ചെയ്യാൻ തുടങ്ങി. കാര്യം എൻ്റെ ആവശ്യങ്ങൾ കൂടി മെല്ലെ മണിയുടെ
ഇൻഫ്ലേഷൻ വരുന്നതനുസരിച്ചിട്ട് അച്ഛൻ ആ 10 പൈസ എന്നുള്ളത് കൂട്ടി 50 പൈസയാക്കി, 1 രൂപയാക്കി, 2 രൂപയാക്കി. അങ്ങനെ ഞാനൊരു 10ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് അതിനനുസരിച്ചിട്ട് തുക കിട്ടി തുടങ്ങി. ഞാൻ അത് വെച്ചിട്ടാണ് അന്നത്തെ എൻ്റെ കോമിക്സ് വാങ്ങുന്നത്. എനിക്ക് ആ ഇഷ്ടമുള്ളപ്പോഴൊക്കെ എനിക്ക് വല്ല ബേക്കറിലൊക്കെ കയറി വല്ലതും കഴിക്കണമെങ്കിലൊക്കെ ഞാൻ അധ്വാനിച്ച തുകയ്ക്കാണ് ചെയ്തത്. ഞാൻ ഒരിക്കൽ പോലും എൻ്റെ അച്ഛൻ്റെ പേഴ്സിൽ നിന്ന് എനിക്ക് പണം എടുക്കേണ്ടി വന്നിട്ടില്ല. എനിക്കറിയാം എനിക്ക് പണം വേണമെങ്കിൽ എനിക്ക് ജോലി ചെയ്താൽ കിട്ടും. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ സ്വന്തമായിട്ട് ഞാൻ അധ്വാനിച്ചിട്ടാണ് പഠിച്ചത്. എനിക്ക് അവിടെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. ഞാൻ ഡെയിലി 2 മണിക്കൂർ വർക്ക് ചെയ്യുമായിരുന്നു. എനിക്കതൊരു മടിയേ ഇല്ലായിരുന്നു. കാര്യം അതിന് അഭിമാനമായിട്ടാണ് ഞാൻ കൂട്ടിയത്. ഇത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാ എംപ്ലോയീസിൻ്റെ കുട്ടികളിലേക്കും ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഏൺ ആൻഡ് ലേൺ എന്ന് പറഞ്ഞൊരു മെത്തേഡാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ അവർലി റേറ്റിനെ കുറിച്ച് ബോധവാന്മാരാകും. അത് പിന്നീട് മെല്ലെ മെല്ലെ നമ്മുടെ കരിയറിനകത്ത് നമ്മുടെ സമയത്തിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാണ്. നമ്മളുടെ കഴിവാണ്, നമ്മളുടെ ആ 1 മണിക്കൂറിൻ്റെ വാല്യൂവിനെ എത്ര മടങ്ങ് നമുക്ക് കൂട്ടാൻ പറ്റും, അതിനനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ സമ്പാദിക്കുന്നത് ഇപ്പോൾ $1000 ശമ്പളമുള്ള ആൾക്ക് $1000 ജീവിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതൊരു വലിയ ദുരന്തമാണ്. ഇന്ന് സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രോബ്ലമാണ് ഫിനാൻസ് മാനേജ്മെൻറ്റിനെ കുറിച്ച് ഒരു ധാരണയും പലർക്കും ഇല്ല. എംപ്ലോയീസ് തന്നെ പലരും ജോബിന് കയറി കഴിഞ്ഞാൽ ഉടനെ ചാടി അടുത്ത ജോബിന് പോകുന്നത് അവരുടെ റിക്വയർമെൻറ്റ് കൂടി. അതേസമയം നിങ്ങൾ ലൈഫിൽ ഒരു പോളിസി എടുക്കുകയാണ്, എൻ്റെ വരുമാനത്തിൻ്റെ 90% ഞാൻ ചിലവഴിക്കൂ, ഞാൻ ഒരു സെൽഫ് ഇമ്പോസ്ഡ് ടാക്സ് ഞാൻ ഏർപ്പെടുത്തുകയാണ്, എൻ്റെ വരുമാനത്തിൻ്റെ 10% ടാക്സാണ്, അത് എൻ്റെ സേവിങ്സ് ആണ്, എൻ്റെ ഫ്യൂച്ചറിന് വേണ്ടിയുള്ള 10% ഞാൻ മാറ്റിവെക്കുക, അത് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുകയോ മാറ്റിവെക്കുകയോ എവിടെയെങ്കിലും ഉണ്ടാവും. എൻ്റെ വരുമാനം $1000 ആണെങ്കിൽ അല്ലെങ്കിൽ 10,000 രൂപയാണെങ്കിൽ അതിനകത്ത് 1000 രൂപ മാറ്റി ബാക്കിയുള്ളതിനെ ഞാൻ ജീവിക്കത്തുള്ളൂ. അതിനെ ഞാൻ കൃത്യമായിട്ട് എനിക്കൊരു ബഡ്ജറ്റ് ഉണ്ടാവും ഓരോന്നിനും. അതിൽ ഇത്ര ശതമാനം അക്കോമഡേഷൻ, ഇത്ര വാഹനത്തിന്, ഇത്ര ഭക്ഷണത്തിന്, ഇത്ര ലക്ഷറിക്ക് എന്ന് പറഞ്ഞ് ഓരോ ഹെഡ്സ് ഉണ്ടാക്കി ഈ ബഡ്ജറ്റിംഗ് സിസ്റ്റം എത്ര പേർക്കറിയാം? ഇതൊക്കെ അച്ഛനും അമ്മയ്ക്കും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാവുന്ന കാര്യമാണ്. ഇതുപോലും നമ്മൾ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളുടെ മാറ്റം തുടങ്ങേണ്ടത് നമ്മളുടെ കുടുംബത്തിൽ നിന്നാണ്. നമ്മളുടെ ഹെവൻ എന്ന് പറയുന്നത് നമ്മളെല്ലാം മരിച്ചിട്ട് സ്വർഗത്തിൽ പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. നമ്മളുടെ സ്വർഗലോകം നമ്മൾ തന്നെ ഈ ജന്മത്തിൽ സൃഷ്ടിച്ചെടുക്കേണ്ടതാണ്. അതിൻ്റെ തുടക്കം കുടുംബത്തിൽ നിന്നാണ്. ആ കുടുംബത്തിൽ നിങ്ങളൊരു സ്വർഗം പണിയുക, അത് വികസിപ്പിച്ച് നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങളുടെ സറൗണ്ടിങ്സിലേക്ക് വരിക. നിങ്ങളുടെ വീട് മനോഹരമായിരിക്കും. നിങ്ങളുടെ അയൽവാസിയുമായിട്ട് തെറ്റാണെങ്കിൽ, ഇപ്പോൾ ഇന്ത്യ വളരെ നല്ല കൺട്രിയാണ്, പക്ഷേ ഇന്ത്യക്ക് ചുറ്റുമുള്ള എല്ലാ കൺട്രീസുമായിട്ട് നമ്മൾ ശത്രുതയിലാണെങ്കിലുള്ള അവസ്ഥയൊന്നും ആലോചിച്ച്, നമ്മളുടെ ഡിഫൻസിന് വേണ്ടി നമ്മൾ എത്ര പണം ചിലവഴിക്കേണ്ടി വരും, എത്ര മനസ്സമാധാനം കളയേണ്ടി വരും. ഈ ശത്രു തൊട്ടരികിൽ ഉണ്ടെങ്കിൽ നഷ്ടപ്പെടുന്ന മനസ്സമാധാനം പോലെയാണ് അയൽവാസി ശരിയല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മളുടെ കുടുംബത്ത് മാത്രമല്ല, നമ്മുടെ സറൗണ്ടിങ്സ് നന്നാവണം. നമ്മുടെ കുടുംബവും നമ്മുടെ സറൗണ്ടിങ്സും മാത്രമല്ല, നമ്മുടെ സൊസൈറ്റി ശരിയല്ല എന്നുണ്ടെങ്കിലും നമ്മൾ പീഡിതരായിട്ട് മാറും. ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ ഒരു മോഡൽ സിറ്റി ആയിട്ടാണ്. ഇപ്പം ഞാൻ ജനിച്ച് വളർന്നത് പുനലൂരിലെ ഐക്യരകോണം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇപ്പം ഈ ഗ്രൂപ്പിൽ ഇനി ആരെങ്കിലും അതിനകത്ത് പങ്കെടുക്കുന്നോ എനിക്ക് അറിയില്ല. എനിക്ക് ഇന്ത്യ മഹാരാജ്യം മുഴുവൻ മാറിയിട്ട് അവിടെ പോയിട്ട് സമാധാനത്തോടെ ജീവിക്കുന്നതിനെക്കുറിച്ച് അങ്ങനെയുള്ള വ്യാമോഹമൊന്നുമില്ല. അതെന്നാവുമെന്നും എനിക്കറിയില്ല. ആവണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ കുടുംബത്തിന് ഒരു സ്വർഗം എനിക്ക് പണിതെടുക്കാൻ പറ്റും. എനിക്ക് എൻ്റെ വില്ലേജിൽ ഒരു സ്വർഗം പണിയാൻ ചിലപ്പം ഒരു പരിധിവരെ സാധിക്കും. ഞങ്ങൾ ഇന്ന് അതിനുള്ള ശ്രമത്തിലാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ ജനിച്ചു വളർന്ന പുനലൂരിലെ ഐക്യരകോണം എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ വീട് ഞങ്ങളുടെ ഒരു ബ്രാഞ്ച് ഓഫീസായിട്ട് മാറ്റി. ആ മേഖലയിലുള്ള എല്ലാ ഫീമെയിൽസിനും ഹൗസ് വൈഫ്സിനെ എല്ലാം വിളിച്ച് ഞങ്ങൾ ട്രെയിനിങ് തുടങ്ങി. അവർക്ക് വേണ്ടി മാത്രം ഫീമെയിൽ ഓറിയൻറ്റഡ് ഒരു ഓഫീസ് അവിടെ സ്റ്റാർട്ട് ചെയ്തു. ആണുങ്ങളെല്ലാം മിക്കവാറും ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ പലയിടത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ന് ഞങ്ങളുടെ വാർഡിൽ നിന്നും ജോബ് ഇല്ലാത്തതായിട്ട് ആരുമില്ല. എല്ലാവർക്കും തൊഴിലുണ്ട്. പുനലൂർ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ വാർഡുകളിൽ നിന്നും നമ്മുടെ ഓഫീസിലേക്ക് ആൾക്കാർ എത്തിത്തുടങ്ങി. ഒരാളെങ്കിലും ഇല്ലാത്ത ഒരു വാർഡും ഇല്ല അവിടെ. ഇന്ന് ഞങ്ങളുടെ ഗ്രാമത്തിൽ എല്ലാവരും ഒരുമിച്ച് ഒരു കുടുംബം പോലെയാണ് കഴിയുന്നത്. കാര്യം ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഈ എഫിഷ്യൻസി ഇമ്പ്രൂവ്മെൻറ്റ് സിസ്റ്റത്തിലൂടെ ഞങ്ങൾ വളർന്നു വന്നപ്പോൾ ഞങ്ങളുടെ കൾച്ചർ മാറി. ഇന്ന് ലോകത്തിൽ ഏതാണ്ട് 25ഓളം യുണീക്ക് HR ഫീച്ചേഴ്സ് ഉള്ള ഏക സ്ഥാപനമാണ് ഞങ്ങളുടെ സ്ഥാപനം. ഞങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും. അതാണ് എൻ്റെ ഒരു പ്രിൻസിപ്പിൾ. ഇന്ന് അച്ഛനും അമ്മയ്ക്കും 1-ാം തീയതി കൃത്യമായിട്ട് പെൻഷൻ കൊടുക്കുന്ന ഏക സ്ഥാപനം ഒരുപക്ഷെ ലോകത്തിൽ ഞങ്ങൾ മാത്രമാണ്.
അത് ഇന്നലെ തുടങ്ങിയതല്ല, വർഷങ്ങളായിട്ടുള്ള ഒരു പോളിസിയാണ്. ജോലിയില്ലാത്ത എല്ലാ സ്പൗസസിനും, ഭർത്താവ് വർക്ക് ചെയ്യുന്നു ഭാര്യയ്ക്ക് ജോലിയില്ല, ഭാര്യ വർക്ക് ചെയ്യുന്നു ഭർത്താവിന് ജോലിയില്ല എന്നുണ്ടെങ്കിൽ സ്പൗസിന് സാലറി കൊടുക്കുന്ന ഏക സ്ഥാപനമാണ് വേൾഡിലെ. കുട്ടി ജനിച്ച് വീണ് കഴിഞ്ഞാൽ ഉടൻ ചൈൽഡ് അലവൻസ് കിട്ടുന്നുണ്ട്. മെനിസ്ട്രിയൽ ലീവ് 2 ദിവസം മെനിസ്ട്രിയൽ ലീവ് കൊടുക്കുന്ന ഏക സ്ഥാപനമാണ്. ഗ്രാൻഡ് പേരൻസിനെ നോക്കുന്നെങ്കിൽ അതിന് പെൻഷനുണ്ട്. ഒരു എംപ്ലോയി മരിക്കുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ ആ ഫാമിലിയെ മൊത്തം നോക്കുന്നത് ഞങ്ങളാണ് പിന്നീട് ലൈഫിലോ. ഒരു എംപ്ലോയിക്ക് 10 വർഷത്തിലൊരു വീടില്ല എന്നുണ്ടെങ്കിൽ വീട് വെച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്ക് ഉണ്ട്. ഓരോ എംപ്ലോയിയുടെയും കുട്ടികളുടെ കരിയർ ഡിസൈൻ മൊത്തം ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അവർക്കൊരു ലീഗൽ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അവർക്കൊരു ഫിനാൻഷ്യൽ ഇഷ്യൂ വന്നാൽ ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ എന്നെ ആ കുടുംബത്തിൻ്റെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠനായിട്ട് പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് ഇതിനെ സ്ട്രക്ചർ ചെയ്തേക്കുന്നത്. ഇതിലൂടെ ഒരു കുടുംബം പോലെ മാറുകയാണ്. അപ്പം എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ വൈഫും 2 കുട്ടികളുമായിരുന്നു പണ്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് എന്നോടൊപ്പം ഏതാണ്ട് 3000-ഓളം കുടുംബങ്ങൾ ചേർന്നപ്പോൾ ആ ഏരീസ് എന്ന് പറഞ്ഞ കുടുംബം വലുതായി. ഇവിടെ മുഴുവൻ ഹാപ്പിനെസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഗോൾ. അപ്പോൾ എഫിസത്തിൻ്റെ ഫൈനൽ ഗോളായിട്ട് നമ്മൾ എപ്പോഴും സെറ്റ് ചെയ്യുന്നത് ഹാപ്പിനെസ്സാണ്. നിങ്ങൾക്ക് പണം കിട്ടിയത് കൊണ്ട് മാത്രം നിങ്ങൾ ഹാപ്പി ആവത്തില്ല. നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ മനസ്സും തൊഴിലും എല്ലാം ഈക്വലായിട്ട് വർക്ക് ചെയ്ത് അത് ഹാപ്പിനെസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴേ ആവത്തുള്ളൂ. നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ശരീരത്തിൻ്റെ കാര്യം പറഞ്ഞു, തൊഴിലിൻ്റെ കാര്യം പറഞ്ഞു. 8 മണിക്കൂർ തൊഴിലിനും പോയി, ഇനി 8 മണിക്കൂർ മൈൻഡിനുണ്ട്. അതാണ് നിങ്ങളുടെ 90% ജീവിതത്തിലെ 90% ഹാപ്പിനെസ്സും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും പറയാവുന്നൊരു കാര്യമുണ്ട്. അതായത് നമ്മളെപ്പോഴും പറയും വിധി, ഇപ്പം ഡെസ്റ്റിനി ഈസ് ഡിസൈഡഡ്, വിധിക്ക് വിട്ടുകൊടുക്കുകയാണ്. അങ്ങനെയൊന്നും അല്ല. ഡെസ്റ്റിനി ഈസ് ഡിസൈഡഡ് ബൈ യുവർ കർമ്മ ആൻഡ് കർമ്മ ക്യാൻ ബി ഡിസൈൻഡ്. അതായത് നിങ്ങൾ ചെയ്യുന്ന കർമ്മ അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് വിധി വരുന്നത്. അതുകൊണ്ടാണല്ലോ എപ്പോഴും കർമ്മദോഷം നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കർമ്മയെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങളുടെ ഡെസ്റ്റിനിയെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ദ ഡെസ്റ്റിനി ക്യാൻ ബി ഡിസൈൻഡ്. നിങ്ങൾ നാളെ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ഇന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. ഞങ്ങളുടെ എഫിസം സിസ്റ്റത്തിനകത്ത് ഞങ്ങളുടെ ഒരു അനാലിസിസ് അനുസരിച്ചിട്ട് 90% വരെ വളരെ ഒരുമാതിരി ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന ഏത് വ്യക്തിക്കും അവർ ലൈഫിൽ പ്ലാൻ ചെയ്യുന്ന 90% അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരു പരീക്ഷയ്ക്ക് 90% അച്ചീവ് ചെയ്യാന്ന് വെച്ചാൽ വലിയ കാര്യമാണ്. ഇപ്പോൾ സിസ്റ്റമാറ്റിക് ആയാൽ നിങ്ങൾക്ക് 90% വരെ, ഇപ്പം നാളെ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ എഴുതി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നാളെ അത് പലരും 100% ചെയ്ത് 110, 120 ചെയ്യുന്നവരുണ്ട്, എക്സ്ട്രാ കാര്യങ്ങളും ചെയ്യുന്നവരുണ്ട്. ഓൺ ആൻ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷത്തിൻ്റെ അവസാനം ആകുമ്പോൾ നിങ്ങൾ ആവറേജ് എടുക്കുമ്പോൾ 90% അച്ചീവ് ചെയ്യുന്നവരാണ് പലരും. അതൊക്കെ വളരെ ഹൈ ആണ്. അത് ഒരു പക്ഷേ ഈ സിസ്റ്റം ഇല്ലായിരുന്നെങ്കിൽ അവർ 40 പോലും അച്ചീവ് ചെയ്യത്തില്ലായിരുന്നു. അപ്പം നിങ്ങളെ ഒരു 2 ഇരട്ടിയോ 3 ഇരട്ടിയോ ആയിട്ട് നിങ്ങളെ മാറ്റിയെടുക്കുവാനായിട്ടാണ് ഇതിനെ സാധിക്കുന്നത്. അതിന് ഞങ്ങൾ എപ്പോഴും പറയുന്നത്, പഴയ ആമയും മുയലും തമ്മിലൊരു മത്സരം നമ്മൾ പറഞ്ഞിട്ടില്ലേ, അതിനകത്ത് ആമ എങ്ങനെയാണ് ജയിച്ചത്? മുയലിൻ്റെ ഉള്ളിൽ, അതായത് വേഗതയുള്ള മുയലിന്, ആത്മവിശ്വാസം കൂടിയ മുയലിൻ്റെ ഉള്ളിൽ ഒരു മടിയനുണ്ടായിരുന്നു. ആ മടിയനാണ് മുയലിനെ കൊണ്ട് മത്സരത്തിനിടയ്ക്ക് വെച്ച് ഉറങ്ങാൻ പ്രേരിപ്പിച്ചത്. അതേസമയം തൻ്റെ ലിമിറ്റേഷൻസിനെ കുറിച്ച് 100% ബോധ്യമുള്ള ആമ ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ആക്കാതെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നടന്ന് അവസാനം വിജയിക്കുന്നതായിട്ടാണ് നമ്മൾ പഠിച്ച കഥ. അപ്പം അതിനകത്ത് ഹെയറും ടോട്ടോയ്സും കൂടെ ചേർന്നിട്ട് നമ്മൾ ഈ രണ്ടിൻ്റെ ക്വാളിറ്റീസ് അങ്ങോട്ട് ക്ലബ് ചെയ്യുക, ഹെർട്ടോയ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവരിക. അതാണ് എഫിസത്തിനകത്ത് നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. സാധാരണ വരുന്ന 2 തരം ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തിക്കേണ്ട എന്ന് ആഗ്രഹമുള്ളൊരു മനസ്സുണ്ടാവും, അതേസമയം മടി കാണിക്കുന്നൊരു മനസ്സുണ്ടാവും. ഇതിനെ രണ്ടിനും കൂടെ ക്ലബ് ചെയ്തിട്ട് നിങ്ങളുടെ ആ സിസ്റ്റമാറ്റിക് അപ്രോച്ചിൽ നിങ്ങളുടെ ഡൈനാമിക് ആറ്റിറ്റ്യൂഡ് കയറ്റുമ്പോഴത്തേക്ക് നിങ്ങളെ പിടിച്ചു കിട്ടാൻ പറ്റാത്തൊരു നിലയിലേക്ക് എത്തും. അത് അങ്ങനെ മാറ്റിയെടുക്കലാണ്. നിങ്ങളുടെ ലേസിനെസ്സിനെ ഓരോന്നായിട്ട് എടുത്ത് മാറ്റുന്നു. അതാണ് ആ ക്യാരക്ടർ കറക്ഷൻ നടത്തുമ്പോൾ ഇതിനകത്ത് നിന്ന് ഓരോന്നായിട്ട് എടുത്ത് മാറ്റുന്നു. അതിനോടൊപ്പം തന്നെ ഫിനാൻസ് മാനേജ്മെൻറ്റ്, 1000 കിട്ടിയാൽ 900-ന് എങ്ങനെ ജീവിക്കാം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങളുടെ ഉള്ളിൽ വന്നാൽ ഒരിക്കലും നിങ്ങൾ ടെൻഷനല്ല. നിങ്ങൾ ഇന്ന് ടെൻഷനുള്ള മിക്കവാറും എല്ലാവരെയും നോക്കിയോ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആണ് പലരുടെയും പ്രോബ്ലമായിട്ട് വരുന്നത്. നമ്മളെ എപ്പോഴും ഒരു പ്രശ്നത്തിൽ ഇന്ന് സഹായിക്കുന്ന ഒരു മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ
നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് പണം തന്നെയാണ്. നമ്മൾ പണത്തിനെ അങ്ങനെ പണം ഒന്നും അല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പണത്തിന് ആവശ്യമുള്ളിടത്ത് പണം തന്നെ കൊടുക്കണം. പോയിട്ട് ഒരു എന്താണ് പെപ്സി വാങ്ങാൻ മെഷീനകത്ത് കോയിൻ ഇട്ടാൽ മാത്രമേ മെഷീനകത്തുനിന്ന് വരത്തുള്ളൂ. അല്ലാതെ അവിടെ പോയിട്ട് നമ്മൾ എന്ത് സ്നേഹത്തിൽ പറഞ്ഞു കഴിഞ്ഞാലും അതിൽ നിന്നൊന്നും കിട്ടില്ല. പണം വേണ്ടടുത്ത് പണം തന്നെ കൊടുക്കണം. അപ്പം നമ്മളുടെ സമയത്തിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുമ്പോൾ ടൈം ഈസ് ലൈക്ക് ഗോഡ്. നമുക്ക് പറയാവുന്നത് ഗോഡ് എന്ന് പറയുന്നത് നമ്മളെ എല്ലാത്തിലും സഹായിക്കുന്നതാണ്. ഈ മെറ്റീരിയലിസ്റ്റിക് വേൾഡ് അത് പണമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ നിങ്ങൾ അതിനെ ഒന്നുകൂടെ ഡിഫൈൻ ചെയ്യുക. ടൈം ഈസ് മണി. ഞങ്ങളുടെ കമ്പനിയുടെ മോട്ടോ തന്നെ ടൈം ഈസ് മണി, വി കൗണ്ട് ഈവൻ സെക്കൻഡ്സ്. സെക്കൻഡ്സിന് വാല്യൂ കൊടുക്കുന്ന രാജ്യങ്ങളോ വ്യക്തികളോ എല്ലാം വളരെ മുന്നിലായിരിക്കും. നിങ്ങൾ ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തെ നോക്കുക. 2ാം ലോക മഹായുദ്ധത്തിൽ തകർന്നടിഞ്ഞ് ഒന്നുമല്ലാതായിപ്പോയ അറ്റോമിക് ബോംബ് വീണ് എല്ലാം നശിച്ച ഒരു രാജ്യം. ഇന്ന് നിങ്ങൾ ജപ്പാനിൽ പോവുക. ഞാൻ ജപ്പാനിൽ പോയിട്ടുണ്ട്. എനിക്ക് ഒരു 5 വർഷത്തെ വിസ ഇപ്പോഴും ഉണ്ട്. അവിടുത്തെ ആളുകളും അവിടുത്തെ രീതികളും എല്ലാം നമ്മളെക്കാളൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുന്നിലാണ്. ജപ്പാനിൽ നിങ്ങൾ സ്റ്റഡി ചെയ്താൽ കാണും, അവിടുത്തെ ട്രെയിനുകളുടെ ആവറേജ് ഡിലേ 18 സെക്കൻഡാണ്. സെക്കൻഡ്സിലാണ്. അവർ നമ്മളുടെ നാട്ടിൽ ഇന്നും 18 മിനിറ്റ് ട്രെയിൻ ലേറ്റായി വരുന്നത് ഒരു പ്രശ്നമേ അല്ലാത്തൊരു നാട്ടിൽ ചിലതൊക്കെ 18 മണിക്കൂർ ലേറ്റായിട്ട് വരുന്നു. എയർ ഇന്ത്യയുടെയൊക്കെ ഡിലേ ദിവസങ്ങളാണ് ചിലപ്പം. അവിടെ ഒരു ട്രെയിനിന് സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ ഡിലേ ഇന്ന് ഓൺ ആൻ ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ, അവർ സമയം എന്ന് പറയുന്ന ഒന്നിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഈ എഫിഷ്യൻസി ഒരു ലാഡർ കയറണമെങ്കിൽ ഇപ്പം നിങ്ങളെല്ലാവരും ക്രിസ്തുദേവനിൽ വിശ്വസിക്കുകയും ബൈബിളിൽ വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. ക്രിസ്ത്യാനിറ്റിയിൽ മെയിനായിട്ട് പറയുന്നത് 10 കമാൻഡ്മെൻറ്റ്സ് ആണ്. അപ്പോൾ എഫിസം ഈസ് ഓൾസോ ഇസ് ആൻ ഇസം. എഫിസത്തിൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ആ ഇസം നിങ്ങൾക്ക് തന്നെ ഡിസൈൻ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണ്ടി ഈ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ഇസം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളുടെ 10 കമാൻഡ്മെൻറ്റ്സ് നിങ്ങൾക്ക് തന്നെ ഡിസൈൻ ചെയ്ത് ഏതൊക്കെ വേണമെന്നുള്ളത് വ്യക്തമായിട്ട് ചെയ്തിട്ട് അതിൽ ബേസ് ചെയ്ത് കൊണ്ട് മുന്നോട്ട് പോകാം. ആ രീതിയിലാണ് ഇതിനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ മത്സരിക്കുന്നത് മറ്റൊരാളോടല്ല, നിങ്ങൾ മത്സരിക്കുന്നത് നിങ്ങളോടാണ്. യുവർ ടുഡേ ഷുഡ് ബി ബെറ്റർ ദാൻ യെസ്റ്റർഡേ. അത്രയേ ഉള്ളൂ. ഒരു കണ്ടിന്യൂവൽ ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ലാഡറിനകത്ത് എപ്പോഴും അങ്ങനെയല്ലേ, നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യത്തെ സ്റ്റെപ്പിനേക്കാൾ ഒരുപടി മുന്നിലാണ്. അതുപോലെ നിങ്ങളുടെ ഇന്ന് എന്ന് പറയുന്നത് ഇന്നലേക്കാളും ബെറ്റർ ആയിരിക്കണം. നിങ്ങളുടെ ഇന്നിനെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് ഇന്ന് രാവിലെ എണീറ്റിരുന്ന് ഒരു 15 മിനിറ്റ് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. എല്ലാവരും പറയും മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണടച്ച് ഒന്നും ചെയ്യാതെ ഇങ്ങനെ ശ്വാസം വിട്ട് പോകുന്നത് പോലെയാണ്. ഞങ്ങളുടെ സ്ഥാപനത്തിൽ അങ്ങനെയല്ല. എവ്രി വൺ ഹാസ് ടു ഡു എ മെഡിറ്റേഷൻ. കോർപ്പറേറ്റ് മെഡിറ്റേഷൻ എന്നാണ് ഞങ്ങൾ അതിന് പറയുന്നത്. അത് രാവിലെ നിങ്ങൾക്ക് നടക്കാൻ പോകുമ്പോൾ ചെയ്യാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ചെയ്യാം, അല്ലെങ്കിൽ രാവിലെ തൊഴിൽ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് നേരം ഇരുന്നിട്ട് എന്താണ് നിങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കൃത്യമായിട്ട് ഈ ദിവസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അതായത് പുതിയതായിട്ട് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ജോബ്സാണ്. കാര്യം നിങ്ങൾ അല്ലാതെ ചെയ്യേണ്ട നിങ്ങളുടെ റുട്ടീൻ ജോബ്സും നിങ്ങളുടെ 5 ഇയർ പ്ലാൻ അനുസരിച്ചിട്ട് ഇപ്പോൾ കരിയർ ഡിസൈനകത്ത് നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോൾ കരിയർ ഡിസൈൻ എന്ന് പറയുന്നത് കുട്ടികൾക്ക് മാത്രമുള്ളതല്ല. നിങ്ങളുടെ തൊഴിലിടത്തിൽ വന്നാലും കരിയർ ഡിസൈൻ അവസാനിക്കില്ല. അവിടെയാണ് കൂടുതൽ ശക്തമായിട്ട് പോകുന്നത്. കരിയർ ഡിസൈനിൽ ആദ്യം വേണ്ടത് 5 ഇയർ പ്ലാൻ വേണം. അടുത്ത 5 വർഷം എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, അതിനെ നിങ്ങൾ ഡിവൈഡ് ചെയ്യുമ്പം ഈ വർഷം അതിൽ എന്ത് ചെയ്യണം. ഇപ്പോൾ ഈ ജാപ്പനീസ് ചെയ്യുന്നൊരു മെത്തേഡാണ് കൈസൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു വലിയ കാര്യത്തിനെ നിങ്ങൾ കട്ട് ചെയ്ത് ചെറുതാക്കും. അടുത്തത് ഈ ആനുവലിനെ നിങ്ങൾ മന്ത്ലി ആക്കണം. ഇതൊക്കെ ഈ എഫിസത്തിനകത്ത് വരുമ്പോൾ നിങ്ങൾ സിസ്റ്റം അതിനനുസരിച്ച് തന്നെ പ്ലേസ് ചെയ്യും. ഈ മന്ത്ലിയിൽ ഒരു ടാർഗറ്റ് ചെയ്താൽ അത് എപ്പോഴാണ്, ഫസ്റ്റ് വീക്കാണോ സെക്കൻഡ് വീക്കാണോ തേർഡ് വീക്കാണോ, അത് വീണ്ടും സ്പ്ലിറ്റ് ചെയ്തു. അതിനകത്ത് ഡെയിലി ചെയ്യേണ്ട സാധനം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്ത് വന്ന് കിടക്കും. ഇതൊക്കെ നിങ്ങൾ സിസ്റ്റം തന്നെ ഓൾറെഡി തരും. ഇതുകൂടാതെ രാവിലെ എണീറ്റിരുന്നിട്ട് എനിക്ക് ഇങ്ങോട്ട് തരുന്ന ജോബിനേക്കാൾ എക്സ്ട്രാ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ എഴുതി വെക്കണം. പ്രയോറിറ്റി ലിസ്റ്റിനകത്ത് ഏതാദ്യം ചെയ്യണം, ഏതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ 8 മണിക്കൂർ വർക്കിനെ ഈ മാക്സിമം ഔട്ട്പുട്ടിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾക്ക് നിങ്ങളുടെ താഴെയുള്ള ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോബാണെങ്കിൽ നിങ്ങൾ ഡെലിഗേറ്റ് ചെയ്തിരിക്കണം. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ 8 മണിക്കൂറിൽ ചെയ്യാൻ പറ്റുന്നവരുണ്ടാവും. പക്ഷേ നിങ്ങളുടെ താഴെയുള്ള ഒരാൾക്ക്, നിങ്ങളുടെ പകുതി സാലറി ഉള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനു ചെയ്യണം.
അത് നിങ്ങൾ ഡെലിഗേറ്റ് ചെയ്യൂ. അത് നിങ്ങളുടെ ലാഭമായിട്ട് മാറുകയല്ലേ. നിങ്ങൾ ചെയ്യുന്ന ഒരു ജോബ് നിങ്ങളുടെ പകുതി സാലറിക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റിയാൽ അവിടെ നിങ്ങൾക്ക് ലാഭമായിട്ട് മാറുകയാണ്. ആ സമയം നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള ഒരു ജോബ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. ഡെലിഗേഷൻ പഠിക്കാത്ത ഒരു വ്യക്തി ഒരു പരാജയമായിട്ട് മാറും. കാര്യം നമ്മൾ എല്ലാവരും പെർഫെക്ഷനിസ്റ്റ്. നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്താൽ മാത്രമേ ശരിയാവുന്നു. അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ ഡെലിഗേറ്റ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അയാൾ ചിലപ്പം നിങ്ങൾ ചെയ്യുന്നതിൻ്റെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തില്ല. ചിലപ്പോൾ 50% ആയിരിക്കും, ചിലപ്പോൾ 70% ആയിരിക്കും നിങ്ങൾ പെർഫെക്ഷൻ വരുന്നുള്ളൂ. കുഴപ്പമില്ല. നിങ്ങളും ഒരു കാലത്ത് ഇതുപോലെ ഒന്നും അറിയാതെ വന്നിട്ട് പഠിച്ച് വന്നവരാണ്. നിങ്ങൾ ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ അയാൾക്കൊരു അവസരം കൊടുക്കൂ. ഒരു പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ വ്യക്തി നിങ്ങളെക്കാൾ നന്നായിട്ട് പെർഫോം ചെയ്യും. ഇങ്ങനെയാണ് നിങ്ങളുടെ ഡൗൺ ലൈൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഒരു ട്രീ, നിങ്ങളുടെ അടിയിലേക്ക് ട്രീസ് ഉണ്ടാക്കി എത്ര പേരെ നിങ്ങളുടെ അടിയിലേക്ക് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, എത്ര ലെവൽസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അവിടെയാണ് നിങ്ങളുടെ വിജയം വരുന്നത്. അപ്പോൾ ഇതിനാണ് നിങ്ങളുടെ ഈ കരിയർ ഡിസൈൻ എന്ന് പറയുന്ന ഒരു കാര്യവും അതിനകത്തെ പ്ലാനിങ്സും അതിനുള്ളിൽ വരുന്ന ഡെയിലി ടാർഗറ്റ്സും ഈ മെഡിറ്റേഷൻ എന്നുള്ള കാര്യം എങ്ങനെയൊക്കെയോ നമ്മുടെ ഉള്ളിൽ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതെ ഇങ്ങനെ വെറുതെ ഇരിക്കുക. ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാണ്? ഒരുപാട് പേരുണ്ട് രാവിലെ തൊട്ട് ആർക്കും ഒരു ഗുണമില്ലാതെ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ നിങ്ങൾക്കോ സമൂഹത്തിനോ ആർക്കെങ്കിലും ഗുണമില്ലെങ്കിൽ ആ പ്രവൃത്തി കൊണ്ട് ഒരു കാര്യമില്ല. കാര്യം നിങ്ങൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്ത സമയമാണ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത സമയം കൊണ്ട് നിങ്ങളുടെ കർമ്മ കൊണ്ട് നിങ്ങൾക്കോ ആർക്കോ ഗുണമില്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത്? സൈൻ തീറ്റയും കോസ് തീറ്റയും പഠിക്കാൻ വേണ്ടി നിങ്ങൾ സമയം കളഞ്ഞപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കോ മറ്റാർക്കോ ഒരു ഗുണമില്ലെങ്കിൽ എന്തിനാണ് അത് ഇൻവെസ്റ്റ് ചെയ്തത്? ഇത് നിങ്ങൾ പഠിക്കുക. അതുകൊണ്ട് കുട്ടികളുടെ കരിയർ ഡിസൈനകത്ത് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം ഏരീസിലായിരുന്നെങ്കിൽ ഞാൻ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തന്നെ. പക്ഷേ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കയ്യിലാണ്. ഇന്ന് ഒരു റെവല്യൂഷണറി വേൾഡിലേക്ക് നമ്മൾ പോവുകയാണ്. AI കൺട്രോൾ ചെയ്യുന്നൊരു വേൾഡിലേക്ക് പോവുകയാണ്. ഇന്നലെ വരെ ഉണ്ടായിരുന്ന മെത്തേഡല്ല. നിങ്ങൾ തിരിച്ചറിയുക, സ്കൂളിലും കോളേജിലും നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരെല്ലാം ഓൾഡ് സ്കൂൾ മെത്തേഡിലാണ് വന്നേക്കുന്നത്. അവരാവുന്ന കാര്യം AI എന്താണെന്ന് പോലും പലർക്കും അറിയത്തില്ലായിരിക്കും. അവരെയാണ് നിങ്ങൾ ഈ കുട്ടികളെ ഏൽപ്പിക്കുന്നത്. AI വളരെ മത്സര ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു സ്ഥലത്ത് നിങ്ങൾ ഇതൊന്നും അറിയാത്ത കുറേ പേരെ നിങ്ങളുടെ കുട്ടികളെ ഏൽപ്പിക്കുകയാണ്. ഇന്നത്തെ AI ടൂൾസിന് അധ്യാപകരെക്കാൾ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിന് നിങ്ങൾ കൺവെൻഷണൽ മെത്തേഡിൽ മാത്രമേ ചെയ്യൂ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ പേരൻസാണ് പലപ്പോഴും ഈ കുട്ടികളെ ഉന്തിത്തള്ളി അവർക്ക് ഇഷ്ടമില്ലാത്ത പല മേഖലയിലേക്കും വിടുന്നത്. അവരുടെ ടാലൻറ്റിനും പാഷനും അനുസരിച്ചിട്ടുള്ള ഒരു പ്രൊഫഷനിലേക്ക് അവരെ എത്തിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം. കാര്യം 18 വയസ്സ് വരെ ദേ ആർ മൈനേഴ്സ്. അതിനകത്ത് അവരുമായി ചേർന്ന് നിൽക്കുന്നത് പേരൻസാണ്. ആരും ജനിച്ചു വീഴുന്നത് ഏറ്റവും പെർഫെക്റ്റ് പേഴ്സൺ ആയിട്ടല്ല. എല്ലാവർക്കും ക്യാരക്ടർ ഡെഫിഷ്യൻസീസ് ഉണ്ടാവും. ആ ക്യാരക്ടർ ഡെഫിഷ്യൻസിയിലെ ഒരു പരിധി വരെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ കുടുംബത്ത് അകന്നകന്ന് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമ്മളുടെ സിലബസിനകത്ത് എവിടെയും ഈ ഫാമിലിയിലുള്ള അറ്റാച്ച്മെൻറ്റിനെ കുറിച്ച് അച്ഛനെയും അമ്മയും ബഹുമാനിക്കണമെന്ന് പറയുന്ന ഒരു വാക്ക് പോലും എവിടെയും സിലബസിനകത്തില്ല. ആ സിലബസ് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഒരു ക്ലാസ്സിലെ 50 കുട്ടികൾ 50 ഡയറക്ഷനിൽ പോകേണ്ട കുട്ടികൾക്ക് എല്ലാവർക്കും കൂടെ ഒരു സിലബസ് ഉണ്ടാക്കുന്നു. ആ സിലബസ് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി കുട്ടികളെയും ആ സമയം കളഞ്ഞ് അവിടെ പോകുന്നു. ഇത് നിങ്ങൾ ആലോചിക്കുക. അവരുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഒരു ഇൻഡസ്ട്രിയാണ്. ആ ഇൻഡസ്ട്രി ഏതാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾ അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുക. അല്ലാതെ ഇൻഡസ്ട്രി എന്താണെന്ന് കാണാത്ത ഒരു മേഖലയിലേക്ക് പഠിക്കാനായിട്ട് അയച്ച് നിങ്ങളുടെ പണി കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്. നിങ്ങൾ കാണിക്കുന്ന ഏറ്റവും വലിയ തെറ്റാണ്. ഇത് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു 10 കമാൻഡ്മെൻറ്റ്സ് പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഇന്നത്തെ ഒരു കൺക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യങ്ങൾ. ആദ്യത്തെ കാര്യം എന്താണ്? 1:1:1. അത് നിങ്ങൾ ഫോളോ ചെയ്യുക. എഫിസത്തിനകത്ത് നാളെ തൊട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിനൊരു സോഫ്റ്റ്വെയറും കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങളുടെ ആ 24 മണിക്കൂറിൽ 8 മണിക്കൂർ ഞാൻ എൻ്റെ ശരീരത്തിന് വേണ്ടി കളയും, 8 മണിക്കൂർ എൻ്റെ തൊഴിലിന് വേണ്ടി കളയും, 8 മണിക്കൂർ മൈൻഡ്. അതാണ് ബ്യൂട്ടിഫുള്ളായിട്ട് ഡിസൈൻ ചെയ്യേണ്ടത്. അതിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ 100 കാര്യങ്ങൾ ആ 8 മണിക്കൂറിൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. ചിലത് 5 വർഷം കൊണ്ട് ചെയ്ത് തീർക്കേണ്ടതാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാനിപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ മിസ്സായ ഒരു കാര്യമായിരുന്നു ഒരു മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ് പഠിക്കണം എന്നുള്ളത്. ഞാൻ ഇപ്പോൾ ചെറുപ്പത്തിൽ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ അന്ന് സാധിച്ചില്ല. ഞാനത് എൻ്റെ ഇപ്പോഴത്തെ 5 ഇയർ പ്ലാനകത്ത് ഞാൻ കയറ്റി. ഞാനത് അടുത്ത 5 വർഷത്തിനകത്ത് ഞാൻ തീർച്ചയായിട്ടും ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് പെർഫോം ചെയ്തിരിക്കും എന്ന് ഞാൻ തീരുമാനിച്ചു. ഇതുപോലെ ഞാൻ തീരുമാനിച്ചതാണ്. ഞാൻ സ്കൂളിൽ വെച്ച് കവിത എഴുതുമായിരുന്നു.
ഈ കവിത എഴുതുന്നത് ഞാൻ ഡെവലപ്പ് ചെയ്തില്ല, എൻ്റെ ടാലൻറ്റ് ആൻഡ് പാഷൻ ഞാൻ ഡെവലപ്പ് ചെയ്തില്ല. പിന്നീട് കുറേ സിനിമകൾക്ക് വേണ്ടി 100-100ഓളം ഗാനങ്ങൾ ഞാൻ സിനിമയ്ക്ക് വേണ്ടിയും ആൽബത്തിന് വേണ്ടിയും ചെയ്തെങ്കിലും ഞാൻ എൻ്റെ കവിത എഴുത്തിനെ സ്ഥിരമാക്കി ഒരു ഔട്ട്പുട്ടാക്കി മാറ്റാൻ ശ്രമിച്ചില്ല. പക്ഷേ എഫിസത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ അതൊരു ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്തു. അതായത് എല്ലാ ദിവസവും ഞാനൊരു കവിത എഴുതുക, അതിന് മ്യൂസിക് കൊടുത്ത് പബ്ലിഷ് ചെയ്യുക വിത്ത് ഗ്രാഫിക് ഡിസൈൻ, ഒരു ബ്രേക്ക് ഇല്ലാതെ. 1001 എനിക്ക് വേൾഡ് റെക്കോർഡ് കിട്ടി. ഇത് ഞാൻ ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടാണ്, ഞാനൊരു വേൾഡ് റെക്കോർഡ് ഇടുമെന്ന് തീരുമാനിച്ചിട്ട് ഇറങ്ങി തിരിച്ചാണ്. പക്ഷേ അപ്പോഴേക്കും എൻ്റെ ഇത് ഹാബിറ്റായിട്ട് മാറി. എനിക്കിത് ഇനി ഒരിക്കലും നിർത്താൻ പറ്റില്ല എന്ന് എനിക്ക് തന്നെ അറിയാം. ഇന്നിപ്പോൾ അത് 2710 7 വർഷത്തിലേറെ ആയിട്ട് കാലമായിട്ട് പറയുമ്പോൾ നിങ്ങളെക്കാളൊക്കെ എത്രയോ സ്ഥാപനങ്ങൾ നോക്കാനുണ്ട്, എത്രയോ പേരെ നോക്കാനുണ്ട്, എത്രയോ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യേണ്ട വ്യക്തിയാണ്. പക്ഷേ എൻ്റെ ടാലൻറ്റിൻ്റെയും പാഷനെയും ഡെവലപ്പ് ചെയ്യേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. ദൈവം ഓരോരുത്തർക്കും ഒരു കഴിവ് എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ടാവും. അത് കണ്ടെത്തി അത് ഡെവലപ്പ് ചെയ്യേണ്ടത് വേറൊരാളുടെ ഉത്തരവാദിത്വമല്ല. എൻ്റെ കവിത എഴുതാനുള്ള കഴിവിനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ വിചാരിക്കണം, വേറൊരാൾ വിചാരിച്ചാൽ എഴുതാൻ പറ്റില്ല. അത് ഞാൻ സ്വന്തമായിട്ട് ടാർഗറ്റ് സെറ്റ് ചെയ്ത് അത് ഒരു മടിയും കൂടാതെ ചെയ്ത് എനിക്ക് അതുകൊണ്ട് സാമ്പത്തികമായിട്ട് ഒരു മെച്ചവും ഇല്ല, എനിക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ. അത് കാര്യം ഈ ഗ്രാഫിക് ഡിസൈനർക്ക് വേണ്ടി പണം ചിലവഴിക്കണം, മറ്റു കാര്യങ്ങൾക്ക് കുറേ പേര് വേണം, ഇതിനകത്ത് മ്യൂസിക് ചെയ്യാൻ ആൾ വേണം. പക്ഷേ അത് തരുന്ന ഹാപ്പിനെസ്, കാര്യം എൻ്റെ ഗോൾ ഹാപ്പിനെസ് ആണ്. ആ ഹാപ്പിനെസ് എനിക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങാൻ പറ്റില്ല. ഇപ്പോൾ ഹാപ്പിനെസ് വരാൻ നിങ്ങൾക്ക് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ഇപ്പം ഈ പണം തന്നെ കുമിഞ്ഞു കൂടിയാലും നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടാൻ പോകുന്നില്ല. പണം പലപ്പോഴും ഇപ്പം രാവിലെ നിങ്ങൾ 50 ഇഡ്ഡലി ഉണ്ടാക്കി മേശപ്പുറത്ത് വെച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് 2 ഇഡ്ഡലിയേ കഴിക്കാൻ പറ്റൂ. ബാക്കി 40 ഇഡ്ഡലി നിങ്ങൾ എന്താ ചെയ്യാൻ പോകും? നിങ്ങളെല്ലാം കൂടെ എടുത്ത് ഫ്രിഡ്ജിനകത്ത് കയറ്റി വെക്കാൻ പോകും. ആ സമയത്ത് നിങ്ങളുടെ വീട്ടിൽ വരുന്ന ആരെങ്കിലും ഭക്ഷണം കഴിക്കാതെ വരുന്നവർക്ക് നിങ്ങൾക്കത് കൊടുക്കുമ്പോൾ, ആ 40 ഇഡ്ഡലി ബാക്കി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ഇതുപോലെയാണ് നിങ്ങൾ പണം എന്ന് പറഞ്ഞ് കൂട്ടി വെക്കുന്നു. അതേസമയം നിങ്ങൾക്ക് ആവശ്യമുള്ളത് വെച്ചിട്ട് ബാക്കി പണം നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുന്ന രീതിയിൽ പല രീതിയിൽ നിങ്ങൾക്ക് ചിലവഴിക്കാം, വളരെ കൺസ്ട്രക്റ്റീവായിട്ട്. അതിൻ്റെ ഇപ്പം നിങ്ങളത് ഹാപ്പിനെസ്സും കിട്ടും, നാളെ ഒരു പക്ഷേ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് തിരിച്ച് കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് ചിലവഴിക്കാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ ചെയ്യണമെങ്കിൽ ഈ 8 hours നിങ്ങൾ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യണം. റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നത് പലപ്പോഴും ഇന്നത്തെ കാലത്ത് കാണാം, ആർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു ക്ലോസ് ഫ്രണ്ട് ഇല്ല, ഫ്രണ്ട്സ് ആരും ഇല്ല, എങ്ങും പോകാറില്ല, ഒതുങ്ങിക്കൂടി വീട്ടിലിരിക്കുകയാണ്. നിങ്ങൾ ആ 8 മണിക്കൂറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഞാൻ ഡെയിലി 5 ഫ്രണ്ട്സിനെ ആഴ്ചയിൽ 5 ഫ്രണ്ട്സിനെ വിളിക്കും, 5 റിലേറ്റീവ്സിനെ വിളിക്കും എന്നും പറഞ്ഞ് നിങ്ങൾ ടാർഗറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 5 പേരെ വിളിക്കുമ്പോൾ അവരും തിരിച്ച് വിളിക്കും. ഞാൻ മാസത്തിൽ ഒരു 4 ഫംഗ്ഷൻസിന് പോകും, കല്യാണമാവാം, അടിയന്തരമാവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ ഫംഗ്ഷനിലും ആൾക്കാർ എത്തും. ഞാൻ വീട്ടിൽ വിളിച്ച് എല്ലാ ആഴ്ചയിലും ആർക്കെങ്കിലും ഫുഡ് കൊടുക്കും. നിങ്ങൾ വിളിച്ച് ഫുഡ് കൊടുക്കുമ്പോൾ നിങ്ങളെയും ആരെങ്കിലുമൊക്കെ വിളിക്കും. ഇങ്ങനെയാണ് ബന്ധങ്ങൾ നിങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാം, ഞാൻ ഇന്നത്തെ ദിവസം ആരുമായും ചൂടാവില്ല, ക്ഷോഭിക്കില്ല, ഈ ആഴ്ച ക്ഷോഭിക്കില്ല. ഇപ്പം നിങ്ങളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇൻ്റഗ്രേഷൻ ഓഫ് ഡേയ്സ്. നിങ്ങൾക്ക് ഒരു ദിവസം ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾക്ക് ഒരാഴ്ചയിൽ 1 മാസത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഞാൻ ഇന്ന് ആരുമായും ദേഷ്യപ്പെടില്ല എന്ന് തീരുമാനിച്ചാൽ ഇന്ന് അത് കഴിഞ്ഞു, നിങ്ങൾ അതിന് 100-ൽ 100 കിട്ടിക്കഴിഞ്ഞു. നാളെയും ഇങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോയാൽ എത്ര ദേഷ്യക്കാരനും കുറേ കഴിയുമ്പോൾ ശാന്തനായി വരും. ഇങ്ങനെയാണ് ക്യാരക്ടർ കറക്ഷൻസ് നടത്തുന്നത്. പക്ഷേ ഈ ക്യാരക്ടർ പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ഇതിനകത്തൊരു ക്യാരക്ടർ ടെസ്റ്റ് നടത്തണം. എഫിസത്തിനകത്തുള്ള സാധനമാണ് ഈ 100 ക്യാരക്ടർ ഡെഫിഷ്യൻസിൻ്റെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ഈ ചെക്ക് ലിസ്റ്റ് വെച്ചിട്ട് നിങ്ങൾ സ്വയം മാർക്ക് ചെയ്യണം. ഈ 100 എണ്ണം നിങ്ങൾക്ക് 10-ൽ എത്ര മാർക്ക് കിട്ടുന്നുണ്ട്. ഇതെന്നിട്ട് നിങ്ങളുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള നിങ്ങളുടെ പേരൻസിനാവാം, നിങ്ങളുടെ സഹോദരൻ നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ടിനാവാം, 1-2 പേർക്ക് കൊടുത്തിട്ട് അവരെ കൊണ്ട് മാർക്ക് ഇടിക്കുക. എന്നിട്ട് ഇതിൻ്റെ ഗ്യാപ്പ് അനാലിസിസ് നടത്തുക. നിങ്ങൾ പെർഫെക്റ്റ് ആണെന്ന് കരുതുന്നിടത്ത് ഇവർ മാർക്ക് കുറച്ചിടുമ്പോൾ മനസ്സിലാക്കുക, നിങ്ങൾ കണ്ടെത്താതെ പോയ നിങ്ങളെ ചില പ്രശ്നങ്ങൾ അവിടെ കിടപ്പുണ്ട്. അതിനാദ്യം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അത് കറക്റ്റ് ചെയ്യുക. അത് നിങ്ങളുടെ സ്വഭാവം നല്ലതാവുന്നത് ഒരു ക്രൈമേ അല്ല. നിങ്ങളുടെ സ്വഭാവം നന്നായാൽ നിങ്ങൾക്കും കൊള്ളാം, നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കും എല്ലാവർക്കും അത് ഗുണമാണ്. ഒരു സ്ഥാപനത്തിൽ വരുമ്പോൾ എംപ്ലോയീസിൻ്റെ സ്വഭാവം നന്നായാൽ അതിൻ്റെ മെച്ചം എംപ്ലോയിക്ക് മാത്രമല്ല സ്ഥാപനത്തിന് ഉണ്ടാവും. ആ എംപ്ലോയിയുടെ സ്വഭാവം നല്ലതായത് വഴി ആ ബിസിനസ്സിന് അഭിവൃദ്ധി ഉണ്ടാവും. ഇതൊക്കെ എഫിഷ്യൻസി ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സാണ്, ലാഡേഴ്സിൻ്റെ പല പടവുകളാണ്. എനിക്ക് ഈ 1 മണിക്കൂർ കൊണ്ട് 200 പടവും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. എങ്കിലും അടിസ്ഥാനപരമായിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ടത് ഈ 10 കമാൻഡ്മെൻറ്റ്സ് പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. 1:1 ഫോളോ ചെയ്തുകൊണ്ട് ആദ്യം ടൈമിനെ റെസ്പെക്റ്റ് ചെയ്യുക, 1:1 ഫോളോ ചെയ്യുക. അടുത്തത് 24 hour സിസ്റ്റം ഫോളോ ചെയ്യുക. അതായത് ഏത്
വലിയ ടാർഗറ്റിനെയും കട്ട് ചെയ്ത് 24 hours എന്നുള്ള രീതിയിലാക്കിയിട്ട് ഇന്ന് ഡെയിലി ടാർഗറ്റ്സ്, ഇന്ന് നിങ്ങൾക്കൊരു ടാർഗറ്റ് ഉണ്ട്, ആ ടാർഗറ്റ് തീർത്തിട്ടേ പോകാവൂ. നിങ്ങൾക്ക് 100% തീർക്കാൻ പറ്റിയാൽ യു ആർ പെർഫെക്റ്റ്. അറ്റ്ലീസ്റ്റ് 90% നിങ്ങൾ തീർത്താൽ മാത്രമേ, അതാണ് 24 hour സിസ്റ്റം. നിങ്ങൾക്കൊരു പ്രോബ്ലം ഇന്നുണ്ടെങ്കിൽ നാളത്തേക്ക് പ്രോബ്ലം ഇന്നുണ്ട്, നാളെ അത് ഇന്ന് വിട്, നാളെ ചെയ്യാനല്ല. നിങ്ങളുടെ പ്രോബ്ലം, ഐഡൻറ്റിഫൈ ചെയ്ത പ്രോബ്ലം ഇന്ന് സോൾവ് ചെയ്തിരിക്കണം. അത് ആ പ്രോബ്ലം ഇന്ന് കയറി വന്നേക്കുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നേക്കുന്ന ഒരു കാര്യമാണ്. ഒരു ആക്സിഡൻറ്റ് പറ്റുന്ന പോലെയാണ് ഒരു പ്രോബ്ലം കയറി വരുന്നത് ഇന്നത്തെ. ആ പ്രോബ്ലം നാളത്തേക്ക് എന്തിനു മാറ്റി വെക്കണം? നാളത്തേക്ക് മാറ്റി വെച്ചത് കൊണ്ട് ആ പ്രോബ്ലം അല്ലാതെ മാറുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പം നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവണം, എൻ്റെ മുന്നിൽ എന്തും സോൾവ് ചെയ്യാൻ 24 മണിക്കൂറേ ഉള്ളൂ. ആ കാര്യം വരുമ്പോഴാണ് നിങ്ങൾ എഫിഷ്യൻസിയിലേക്ക് വളരെ വളരെ അടുക്കുന്നത്. ഈ 24 hour സിസ്റ്റത്തിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആദ്യത്തെ കാര്യമാണ് എന്തും നാളത്തേക്ക്. ഹോംവർക്ക് ഉണ്ടെങ്കിൽ ഇന്ന് ചെയ്യേണ്ട ഹോംവർക്ക് ഇന്ന് തന്നെ ചെയ്യുക, നാളത്തേക്ക് മാറ്റി വെക്കാതിരിക്കുക. അതുപോലെ നമ്മളുടെ ലൈഫ് ഗോള് ഹാപ്പിനെസ് ആക്കി മാറ്റും. പണം ഉണ്ടാക്കലല്ല, പണം മറ്റതുപോലെയാണ്. ഇഡ്ഡലിയുടെ കഥ പറഞ്ഞ പോലെയാണ്. കുറേ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ബാങ്കിനകത്തെ കുറേ ഫിഗേഴ്സ് മാത്രമാണ്. നിങ്ങൾക്കെല്ലാം കൂടി രാവിലെ തൊട്ട് വൈകിട്ട് വരെ പണം വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിനെ ഹാപ്പിനെസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. സർ, ഹാപ്പിനെസ് ആസ് എ ഗോൾ. പണം വേണ്ടെന്നല്ല പറഞ്ഞത്, പണം വേണം. പക്ഷേ ആ ഗോൾ ഹാപ്പിനെസ് ആയിട്ട്, നിങ്ങൾക്ക് ഹാപ്പിനെസ് എത്ര കൂടുന്ന അനുസരിച്ച് ലൈഫ് ഈസ് സോ ബ്യൂട്ടിഫുൾ. കാര്യം നമ്മളുടെ ഹെവൻ വി ആർ ക്രിയേറ്റിംഗ് ഹിയർ ഉള്ളി. അവിടെ അത് ഹെവൻ, നിങ്ങളുടെ ഇന്നത്തെ പ്ലേസ് ഹെവൻ ആവണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യേണ്ടത് ഹാപ്പിനെസ് ആണ്. അല്ലാതെ കുറേ പൈസ എടുത്ത് നിങ്ങളുടെ ചുറ്റും വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഹെവൻ ആവത്തില്ല. അതുപോലെ തന്നെയാണ് ഹെൽത്ത് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഈ മരുന്നില്ലാത്തൊരു ലോകത്തിലേക്ക്, ഇപ്പം ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഇപ്പം ഈ ഫിനാൻസ് മാനേജ്മെൻറ്റ് പോലെ എല്ലാ എംപ്ലോയീസിനും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഈ ഫിനാൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുന്നതാണ് ഹെൽത്ത് മാനേജ്മെൻറ്റ് സിസ്റ്റം. എല്ലാ സ്ഥാപനത്തിലും 10% എല്ലാ വർഷവും ഹെൽത്ത് ബില്ല് കൂടിക്കൊണ്ടേയിരിക്കും. കാര്യം നമ്മൾ പ്രായമാവുന്നു. ഇവിടുത്തെ മെഡിക്കൽ സിസ്റ്റം അങ്ങനെയാണ്. എല്ലാ ഹോസ്പിറ്റലിലും രാവിലെ പേഷ്യൻസ് കൂടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. എല്ലാ ഡോക്ടേഴ്സും എനിക്ക് 2 കിഡ്നി പേഷ്യൻസൂടെ കൂടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഡോക്ടേഴ്സ് രാവിലെ പ്രാർത്ഥിക്കുന്നത്. ആ ഒരു ലോകത്ത് നിങ്ങൾ മരുന്നിൽ നിന്നും ആശുപത്രിയിൽ നിന്നും അകന്ന് നിൽക്കണമെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങളുടെ ഹെൽത്ത് മാനേജ്മെൻറ്റ് സിസ്റ്റം നോക്കേണ്ടത്. നിങ്ങൾ കൃത്യമായിട്ട് ഉറങ്ങണം, നിങ്ങൾക്ക് കൃത്യമായിട്ട് വെള്ളം കുടിക്കണം, നടക്കണം. നിങ്ങളുടെ ശരീരത്തിനെ നിങ്ങൾ ഒരു ഹോളി പ്ലേസായിട്ട് കണ്ടുകൊണ്ട് നിങ്ങൾ അതിനെ ടേക്ക് കെയർ ചെയ്യണം. നിങ്ങളുടെ വർഷിപ്പ് പ്ലേസിനെ നിങ്ങൾ എത്രമാത്രം പവിത്രമായിട്ട് നോക്കുന്നോ അതുപോലെ നോക്കേണ്ട ശരീരമാണ്. അതിന് ഇപ്പം ഞങ്ങളുടെ അവിടെ ഏതാണ്ട് 32 എക്സാംസ് ഉണ്ട് എംപ്ലോയീസിന് ഈ ഹെൽത്ത് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനകത്ത്. ഈവൻ ഞങ്ങളുടെ എല്ലാം എംപ്ലോയീസിൻ്റെ വീട്ടിലെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി അവിടെ കുട്ടികൾക്കാണ്. ഇപ്പോൾ എത്ര പേര് ഇവിടെ മാസം കൃത്യമായിട്ട് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നുണ്ട്? പക്ഷേ ഞങ്ങളവിടെ കുട്ടികളെ കൊണ്ട് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യിക്കും. അതിനുള്ള പോക്കറ്റ് മണി അവർ പേരൻസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങും. ഇങ്ങനൊരു സിസ്റ്റമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് എന്തിനും പ്രൊസീജിയേഴ്സ് ആൻഡ് ചെക്ക് ലിസ്റ്റുകൾ ഉണ്ടാവണം. ചെക്ക് ലിസ്റ്റുകൾ ഇല്ലാത്തതാണ് പലപ്പോഴും നമ്മളെ കൊണ്ടുപോയി വലിയ പ്രശ്നങ്ങൾ ചാടിക്കുന്നത്. പ്രൊസീജിയേഴ്സും കാണത്തില്ല, എങ്ങനെ ചെയ്യണമെന്ന് കാണത്തില്ല. ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രൊസീജിയർ ഉണ്ടാവണം. കുണ്ടും കുഴിയുമുള്ള റോഡിൽ കൂടി പോകുന്നതിന് പകരം നിങ്ങളൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് അതൊരു റെയിൽ പാളമായിട്ട് മാറുന്നത്. അതിലൂടെയുള്ള ഒരു യാത്ര, സുഖകരമായ യാത്ര. ഇപ്പം ദുബൈയിൽ മെട്രോ സിസ്റ്റം വന്നിട്ട് എത്രയോ വർഷമായി, 18 വർഷമായിട്ട് ഇന്ന് വരെ അവിടുത്തെ ഒരു ട്രെയിൻ ലേറ്റായിട്ട് പോകാറുമില്ല. അതിനകത്തൊരു ഡ്രൈവർ പോലും ഇല്ല. കാര്യം അവർ സിസ്റ്റമാണ് ഉണ്ടാക്കിയത്. അൺമാൻ ട്രെയിൻ സിസ്റ്റം, മെട്രോ സിസ്റ്റം അവർ ക്രിയേറ്റ് ചെയ്ത് അത് കൃത്യമായിട്ട് അൺമാൻഡായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്കും ഒരു അതുപോലെ സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്രയോ എഫിഷ്യൻ്റായിട്ട് നിങ്ങൾക്ക് ഓടാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടത് ആദ്യം ഇത്തിരി എഫേർട്ട് ഇട്ടിട്ട് ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണം. അത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ പാരഡൈസായ നിങ്ങളുടെ കുടുംബത്ത് നിന്നും തുടങ്ങേണ്ട ഒരു കാര്യമാണ്. ഇതിനകത്ത് നമ്മൾ പറഞ്ഞ ഒരു ഓൾമോസ്റ്റ് മെയിൻ 10 പോയിന്റ്സ് നമ്മൾ ഇതിൽ പറഞ്ഞു. ഹെവൻ നിർമ്മിക്കുക, കരിയർ ഡിസൈൻ, 5 year പ്ലാൻസ് അത് നമ്മൾ സംസാരിച്ചു, പ്രൊസീജിയർ ആൻഡ് ചെക്ക് ലിസ്റ്റ് പറഞ്ഞു, ഫിനാൻസ് മാനേജ്മെൻറ്റ് പറഞ്ഞു, ക്യാരക്ടർ കറക്ഷൻസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, ഹെൽത്ത് ഈസ് വെൽത്ത് അത് നമ്മൾ മൈൻഡിൽ കൊണ്ടുപോകുക, ഹാപ്പിനെസ് ഈസ് ദ ഗോൾ, 24 hour സിസ്റ്റം, ബി എഫിഷ്യൻറ്റ് ബൈ ഫോളോയിങ് 1:1:1, ടൈം ഈസ് ഗോഡ് ഓർ ടൈം ഈസ് മണി, കൗണ്ട് ഈവൻ സെക്കൻഡ്സ്. ഇത്രയാണ് ഈ ഒരു 10 മെയിനായിട്ടുള്ള പോയിന്റ്സ്. ഒരുപാട് ഈ എഫിസിനകത്ത് ഒരു 200ഓളം പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇതെല്ലാം ഒരു ബക്കറ്റിനകത്ത് ട്രെയിൻ ഹോൾസ് ഉള്ളതുപോലെയാണ് നമ്മുടെ എഫിഷ്യൻസിയുടെ ട്രെയിൻ ഹോൾസാണ് ഈ 200ഓളം പാരാമീറ്റേഴ്സ്. അതൊരു 5 വർഷം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഇതിനെ കവർ ചെയ്ത് പോകുന്നത്. ഞങ്ങളിപ്പോൾ അത് ഒരു സ്കൂൾ ലെവലിൽ തുടങ്ങാനുള്ള ഞങ്ങളുടെ ഒരു CSR ആക്ടിവിറ്റി പോലെയാണ്. ഞങ്ങൾ അത് തുടങ്ങിയത് ഇതിനൊരു മാറ്റം കുറിക്കണമെങ്കിൽ ഏറ്റവും ഒരു മോശം പരിസ്ഥിതിയിൽ നിന്ന് നമ്മൾ തുടങ്ങുക. അതിനുവേണ്ടി നമ്മൾ കണ്ടെത്തിയത് കേരളത്തിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു പ്ലേസാണ് അട്ടപ്പാടി.
അവിടുത്തെ ഒരു ട്രൈബൽ സ്കൂളിൽ നിന്നാണ് നമ്മളിത് തുടങ്ങുന്നത്. അവിടെ പറ്റി 2 years ബാക്ക് നമ്മളത് തുടങ്ങി. അവിടെ അവിടെ അധ്യാപകർ പോലും നമുക്ക് വേണ്ട ഈ ഒരു സിസ്റ്റത്തിന് ഒരു തിയേറ്റർ ക്ലാസ് റൂം നമ്മളവിടെ തുടങ്ങിയിട്ടുണ്ട്. പല മീഡിയ അത് കവർ ചെയ്തിട്ടുണ്ട്. 10-55ഓളം സ്കൂളും കോളേജുകളും അതിനെ ഫോളോ ചെയ്യാൻ ആരംഭിച്ചു കഴിഞ്ഞു. അവിടെ നമ്മൾ കുട്ടികളെ കൊണ്ട് തന്നെ ഒരു ഫിലിം ക്ലബ്ബ് തുടങ്ങിയിട്ട് അവരെ കൊണ്ട് തന്നെ കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പഠിപ്പിച്ച് ഇന്ന് യു വോണ്ട് ബിലീവ് ഇന്ന് ഇന്ത്യയിലെ റഗ്ബി ക്ലബ്ബ്, ബേസ്ബോൾ ക്ലബ്ബൊക്കെ ഉള്ള ഏക സ്കൂൾ അവിടെയാണ്. അവർ കുട്ടികൾ സ്വയം പഠിപ്പിച്ചെടുത്തേക്കുന്നതാണ്. ഈ അവരുടെ ടാലൻറ്റ് ഭാഷ അനുസരിച്ചിട്ട് അവർ ഡിഫറെൻറ്റ് ഗെയിംസ് എന്താണെന്നുള്ളത് വീഡിയോസിലൂടെയാണ് അവർ പഠിച്ചേക്കുന്നത്. കാര്യം അവർക്കറിയാം ഇപ്പം റഗ്ബി ക്ലബ്ബിൽ മെമ്പേഴ്സ് ആയാലും റഗ്ബി പ്ലെയേഴ്സ് ആവാനല്ല പോകുന്നത്. ആ റഗ്ബി ക്ലബ്ബുമായി ബന്ധപ്പെട്ട് തൊഴിൽ മേഖലകളുണ്ട്. ആ തൊഴിൽ ഏതൊക്കെയാണെന്നാണ് അവർ അറിയാൻ ശ്രമിക്കുന്നത്. ഓരോ ദിവസവും ഓരോ ഇൻഡസ്ട്രിയുടെ എക്സ്പെർട്സ് അവിടെ വന്ന് ഈ ക്ലാസ് റൂമിലൂടെ സൂമിലൂടെ ക്ലാസ് എടുക്കുകയാണ്. ഞാൻ ക്ലാസ് എടുക്കാറുണ്ട്. ഇപ്പോൾ ക്രിക്കറ്റിനെ കുറിച്ചാണെങ്കിൽ ശ്രീശാന്താണ് വന്ന് ക്ലാസ് എടുക്കുന്നത് അവിടെ. അതുപോലെ തന്നെ പല സെലിബ്രിറ്റികളും വന്ന് ക്ലാസ് എടുക്കുന്നുണ്ട്. ഓരോ ഇപ്പം ഞങ്ങളുടെ സ്ഥാപനം അവിടുന്ന് 10 കുട്ടികളെ ഓൾറെഡി സ്പോൺസർ ചെയ്തിട്ടുണ്ട്. കാര്യം ആ കുട്ടികളെ ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവരെ ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് അവരെ ഞങ്ങളുടെ ഇൻഡസ്ട്രിയെക്കുറിച്ച് പഠിപ്പിക്കുക. അത് നാളെ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സ്ഥാപനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളൊരു ഫീൽഡിൽ ഒരു എക്സ്പെർട്ട് ആണെങ്കിൽ നിങ്ങളുടെ നോളജ് അവർക്ക് പകർന്നു കൊടുക്കാം. എങ്ങനെ ഏത് ഇൻഡസ്ട്രിയിലേക്ക് പോകണമെന്നുള്ളത് നിങ്ങളുടെ നോളജ് പകർന്നു കൊടുക്കണം. അതോടൊപ്പം തന്നെ ഞങ്ങളൊരു ഇൻഡസ്ട്രിയൽ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. ലോകത്തിലെ ആദ്യത്തെ ഇൻഡസ്ട്രിയൽ യൂണിവേഴ്സിറ്റിയാണ്. അതായത് അക്കാഡമിക്സിൽ നിന്ന് നമ്മൾ കംപ്ലീറ്റ്ലി അങ്ങനെ ഡിറ്റാച്ച് ചെയ്തു. ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തർക്കും ഒരു പാഠ്യ പദ്ധതി കൊണ്ടുവന്നിട്ട് ഇൻഡസ്ട്രിയുമായി ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങൾ 1 മണിക്കൂർ പഠിച്ചാൽ അത് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഉണ്ടാവണം. നിങ്ങളുടെ കരിയർ ഡിസൈൻ്റെ ഭാഗമാണ്. അതനുസരിച്ചിട്ട് 1 വർഷം 50 മണിക്കൂർ നിർബന്ധമായിട്ട് നിങ്ങൾ സ്കിൽ അപ്ഗ്രേഡ് ചെയ്യണം. 2 വർഷം 100 മണിക്കൂർ കഴിയുമ്പം നിങ്ങൾക്ക് ഡിപ്ലോമ കിട്ടും. 200 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി, 4 വർഷമാകുമ്പോൾ ഡിഗ്രി കിട്ടും. 5 വർഷമാകുമ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ കിട്ടും. 20 വർഷം കഴിഞ്ഞ് ഒരാൾ നിങ്ങളുടെ പ്രൊഫഷണൽ ബയോഗ്രഫി എഴുതിയാൽ നിങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ ഡോക്ടറേറ്റ് കിട്ടും. ലോകത്തിലെ പല ലെജൻസും ഇന്ന് ബയോഗ്രഫി എഴുതിയിട്ട് ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇൻഡസ്ട്രിയൽ ഡോക്ടറേറ്റ് വാങ്ങാൻ ദുബൈയിൽ വരാറുണ്ട്. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ പറഞ്ഞാൽ മതി, പറഞ്ഞു തരാം. നിങ്ങളിലൂടെ ഇത് മറ്റുള്ളവരിലേക്ക് എത്തട്ടെ. അതിനുവേണ്ടിയാണ് ഈ ഒരു ഈവനിങ് ഞാൻ മാറ്റിവെച്ചത്. എനിക്ക് നിങ്ങളെല്ലാം കാണുവാനും ഇതൊക്കെ പറഞ്ഞു തരുവാനും ഒരു അവസരം ഉണ്ടാക്കിയതിൻ്റെ ഓർഗനൈസേഴ്സിനോട് നന്ദി പറയുന്നു. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് തീർച്ചയായിട്ടും സംവേദിക്കാനുള്ളൊരു വേദിയാണ്. അവസരം ഉണ്ടാക്കിയതിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോഹൻ റോയ് സാർ. ഇനി നമുക്ക് ചർച്ചകൾക്കും അതുപോലെ തന്നെ ചോദ്യങ്ങൾ ചോദിക്കാനുമുള്ള അവസരമാണ്. പ്രത്യേകിച്ച് സാറ് ഈ എഫിസത്തെ പറ്റിയിട്ടൊക്കെ പറഞ്ഞല്ലോ. ഈ 1:1:1 എന്നൊക്കെ ഉള്ളത് എന്നെയൊക്കെ സംബന്ധിച്ച് പുതുതായിട്ടുള്ള ഒരു അറിവായിരുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന പലർക്കും അപ്രകാരം ചോദ്യങ്ങളൊക്കെ ചോദിക്കാനായിട്ടുണ്ടാകും. ഓരോ ചോദ്യങ്ങൾക്കും ഓരോ വ്യക്തികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും അപ്പോൾ തന്നെ മറുപടി പറയുന്ന ഒരു രീതിയാണല്ലോ നമ്മൾ അവലംബിക്കുന്നത്. അപ്രകാരം നമുക്കിത് മുന്നോട്ട് പോകാം. അധികം സമയമെടുക്കാതെ തന്നെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ളവരൊക്കെ ചോദിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആദ്യമായിട്ട് ശ്രീ വിൽസൺ കരിമ്പന്നൂർ സാറാണ് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്. സാറിന് ഇപ്പോൾ സംസാരിക്കാവുന്നതാണ്. ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയായിരുന്നു ഈ പ്രഭാഷണം ശ്രമിച്ചത്. ഈ പറഞ്ഞ പോലെ ബെന്നി സാർ പറഞ്ഞ പോലെ തീർന്നപ്പോഴാണ് ഇത്രയും സമയം ആയോന്ന് ചിന്തിച്ചത്. അതുപോലെ മികച്ച രീതിയിലായിരുന്നു വിഷയം അവതരിപ്പിച്ചത്. അപ്പൊ എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട 2-3 കാര്യങ്ങൾ ചോദിക്കാനുള്ളതില് ഒന്നാമത് സാറിന്റെ പ്രഭാഷണത്തിന്റെ ഈ എവിസം എന്ന് പറയുന്ന ഈ ഒരു രീതിയിൽ അവതരിപ്പിക്കുന്നതിന്റെ വല്ല ബുക്കുകളോ അത് മറ്റുള്ളവർക്ക് കിട്ടത്തക്കവണ്ണം അതിന്റെ വല്ല സോഫ്റ്റ്വെയറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിഞ്ഞാൽ കൊള്ളാം. അതാണ് ഒന്നാമതായിട്ട്. ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് എങ്ങനെ ഒരു ഓർഡിനറി ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് ലഭിക്കാൻ വല്ല വഴിയുണ്ടോ? ഇപ്പം സാറിന്റെ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ടവർക്ക് ലഭിക്കുക, അല്ലെ നിങ്ങൾ സ്പോൺസർ ചെയ്യുന്നവർക്കൊക്കെ അല്ലേ ലഭിക്കുന്നത്? അല്ലാത്ത ഞങ്ങളെ പോലുള്ളവർക്ക് ഇതൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കാനുള്ള അവസരം ലഭിക്കുമോ എന്ന് അറിഞ്ഞാൽ കൊള്ളാം. രണ്ടാമത് ഒരു സംശയം, 1-2 സംശയമുണ്ട്. ഒന്ന്, ഈ ടൈം സെറ്റ് ചെയ്യണമെന്ന് സാറ് പറഞ്ഞു. തീർച്ചയായിട്ടും അത് നല്ല കാര്യം തന്നെ. അങ്ങനെയൊക്കെ തന്നെയാണ് ജീവിത വിജയം ആർജിച്ചവരെല്ലാം നേടി പിന്നെ മുന്നോട്ട് പോയിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ ടൈമൊക്കെ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പല പ്രശ്നങ്ങൾ ഫാമിലി ലൈഫിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും സാങ്കേതിക വിഷയങ്ങള് സർക്കാരിൽ നിന്നോ അല്ലെ രോഗങ്ങള്, അപകടങ്ങള് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ട് ബുദ്ധിമുട്ടല്ലേ? അതിന്റെ എങ്ങനെ അതിജീവിക്കാമെന്ന് ഒരു ആശയം കൂടെ പറഞ്ഞു തന്നാൽ കൊള്ളാമെന്നാണ് ഒന്നാമതായിട്ട് ഒരു ചോദ്യം. 2, ഈ പണവും ഹാപ്പിനെസ്സുമായിട്ടുള്ള ഒരു ബന്ധം പറഞ്ഞു. പ്രത്യേകിച്ച് നമ്മളെ സാർ ഇഡലിയുടെ ഉദാഹരണമൊക്കെ വളരെ കറക്റ്റ് ആണ്. എന്നാൽ പോലും
ഈ ഇന്നുള്ള പണം മുഴുവനും ഹാപ്പിനെസ്സിന് വേണ്ടി വിനിയോഗിച്ചു കഴിഞ്ഞാല് നാളെ ഒരു വാർദ്ധക്യ സമയം ആകുമ്പോഴത്തേക്ക് ഈ പണം ഇല്ലാതെ പോയാൽ അന്ന് ഹാപ്പിനെസ് ഇല്ലാതെ പോവുകയല്ലേ. അങ്ങനെയുള്ള അതിനെപ്പറ്റി ഒരു കരുതലും ചിന്തയൊക്കെ നമ്മുടെ മനസ്സിൽ ആവശ്യമല്ലേ എന്നുള്ള ഒരു ചോദ്യമാണ്. മൂന്നാമതായിട്ട് ഏറ്റവും ഒടുവിലായിട്ട് സാറിനെ പ്രേരിപ്പിച്ച രണ്ട് സോഷ്യൽ ഇഷ്യൂസ് ആണ്. ഒന്നെന്റെ വിചാരം മുല്ലപ്പെരിയാർ ഡാമും മറ്റൊന്ന് കരിമണൽ ഖനനവും. ഇത് രണ്ടും സാറിന്റെ സിനിമയാണെങ്കിൽ മുല്ലപ്പെരിയാർ ഡാമുമായിട്ട് ബന്ധപ്പെട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ കരിമണൽ ഖനനത്തെ പറ്റി ഏറ്റവും ലേറ്റസ്റ്റ് ഒരു ഡോക്യുമെന്ററി ഈ സാർ ഇറക്കിയതായിട്ട് അതിന് ഒത്തിരി അവാർഡുകൾ ലഭിച്ചതായിട്ട് മനസ്സിലായി. ഈ രണ്ടിനെ സാറിന്റെ ഒരു കാഴ്ചപ്പാട് ഒന്നുകൂടെ പറഞ്ഞാൽ ഉപകാരമായിരുന്നു. ഓക്കെ, ഇതിനകത്ത് ഞാൻ അവൻ്റെ ഇടയ്ക്കുള്ളത് ആദ്യം പറയാം. ഭാവിയിലേക്ക് കരുതുന്ന കാര്യം പറഞ്ഞില്ല, അത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നില്ല. 10% എപ്പോഴും നമ്മൾ മാറ്റിവെക്കുക. അത് നമ്മുടെ പെൻഷൻ ഫണ്ട് എന്ന് പറഞ്ഞ പോലുള്ള കാര്യമാണ്, നാളത്തേക്കുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടിയാലും 10% നമ്മൾ സെൽഫ് ഇമ്പോസ്ഡ് ടാക്സ് എന്നുള്ള രീതിയിൽ 10% മാറ്റിവെച്ചിട്ട് മാത്രം ചെയ്യുക. അല്ലാതുള്ള ഒരു കളിക്ക് നിൽക്കില്ല. അത് നമ്മുടെ വയസ്സുകാലത്തേക്ക് നമ്മുടെ പിന്നീടുള്ള കാര്യമാണ്. നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ചെയ്യാനുള്ള സാധനമാണ്. ബാക്കിയുള്ളത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. ഈ സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യം അത് ഫുൾ ഡ്രെയിൻ ചെയ്ത് പോകണമെന്നില്ല. അത് ചിലപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഹാപ്പിനെസ് കിട്ടി, പക്ഷേ അത് നാളെ തിരിഞ്ഞ് അതിൻ്റെ ഡബിളായിട്ട് തിരിച്ചു വരുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. അത് നമ്മുടെ ബ്രില്യൻസ് ആണ്. അതിനി ഫുൾ പോയാലും നമ്മളെ ബാധിക്കുന്നില്ല. കാര്യം നമ്മളുടെ 10% നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് പെൻഷൻ ഫണ്ടായിട്ട്, അതവിടെ ഉണ്ട്. പിന്നെ രണ്ടാമത് FSത്തെ കുറിച്ച് പഠിക്കണമെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് ഇവിടെ യൂട്യൂബിനകത്ത് കുറേ വീഡിയോസ് നമ്മൾ ഇതിൻ്റെ ഇട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഫ്രീ ലെസൺസ്, ഇപ്പോൾ എൻ്റെ ഇതേപോലെ ടോക്സ് ഒരുപാട് കിടക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ വർഷമാണ് ഞങ്ങൾ തീരുമാനിച്ചത് പുറത്ത് കൊടുക്കാമെന്ന്. ഇതുവരെ ഞങ്ങളുടെ ഒരു ഇൻഹൗസ് പ്രോഡക്റ്റ് ആയിരുന്നു. അത് എയിംറി എന്ന് പറയുന്ന ഞങ്ങളുടെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. എയിംറിയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങളുടെ ആരെങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിൻ്റെ ഡീറ്റെയിൽസ് തരും. എയിംറിയുടെ കോഴ്സുകളുണ്ട്, ഇതിൻ്റെ FSM കോഴ്സുകളുണ്ട്. ഹർട്ടോയ്സ് ട്രെയിനിങ് കോഴ്സ് എന്ന് പറയും. അപ്പോൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാർട്ട് ടൈമായിട്ട് ഇതിൻ്റെ സർട്ടിഫിക്കേഷൻസ് എല്ലാം ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കുറേ ബുക്സ് നമ്മൾ ഇറക്കാനുള്ള പദ്ധതിയിലാണ്. ഇതിൽ വർക്ക് ചെയ്ത കുറേ പേരുടെ ബയോഗ്രഫി ഓൾറെഡി പബ്ലിഷ്ഡ് ആണ്. അപ്പോൾ അതിനകത്ത് അവരുടെ അനുഭവക്കുറിപ്പുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഈ വർഷം തന്നെ ഞങ്ങൾ ഏതാണ്ട് 25ഓളം ഇൻഡസ്ട്രിയൽ ഡോക്ടറേറ്റ്സ് നമ്മൾ ഈ FSM യൂസേഴ്സിൻ്റെ 25 പേര് ഇൻഡസ്ട്രിയൽ ഡോക്ടറേറ്റ് എടുത്തു. കാര്യം അവർ ഇൻഡസ്ട്രിയൽ ഡോക്ടറേറ്റ് എടുക്കണമെങ്കിൽ അവരുടെ ബയോഗ്രഫി പബ്ലിഷ് ചെയ്യണമായിരുന്നു. അപ്പോൾ അവരുടെ എല്ലാം ബയോഗ്രഫിക്കകത്ത് നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷേ സിസ്റ്റമാറ്റിക്കായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ പാഠം 1 പാഠം 2 എന്നും പറഞ്ഞ് തന്നെ പോകണം. അത് ഫോർമലായിട്ട് നമ്മളൊരു എഡ്യൂക്കേഷൻ നടത്തുന്നത് പോലെയാണ് FSത്തിൻ്റെ ട്രെയിനിങ്, അല്ലാതെ കുറച്ച് മാത്രം ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ ഞാൻ പറഞ്ഞ 10 കാര്യങ്ങൾ, ഞാൻ ഇന്നിവിടെ പറഞ്ഞ 10 കാര്യങ്ങൾ വെച്ചിട്ട് ഈ സോഫ്റ്റ്വെയർ ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നമ്മൾക്ക് തന്നെ ഒരു ചെറിയ ഏണി എടുത്ത് ചെയ്യാം. ഞങ്ങൾ പറയുന്ന ഏണി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ടെലസ്കോപ്പിക് ലാഡർ പോലൊരു സാധനമാണ്. അതിനകത്ത് 100ഓളം മാനേജ്മെൻറ്റ് സിസ്റ്റംസ് ഉണ്ട്. ഓരോ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിന് വേണ്ടി സെപ്പറേറ്റ് പ്രൊസീജിയർ, ചെക്ക് ലിസ്റ്റ്, ഇങ്ങനെ അത് വളരെ നീണ്ടൊരു സാധനമാണ്. ഫുൾ ടൈം അതിന് വേണ്ടി ഇരുന്നാൽ മാത്രമേ അത് ഒരു ഏതെങ്കിലും ഇൻഡസ്ട്രിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ആ സ്ഥാപനത്തിനോടൊപ്പം നമ്മുടെ തൊഴിലിനോടൊപ്പം ഇങ്ങനെ ചെയ്ത് എവറി ഡേ നമ്മൾ ഇതിനകത്ത് ചെയ്തു പോകുമ്പോഴാണ് നമ്മൾ ഇതിനകത്ത് ഫുള്ളി അങ്ങ് ഇമ്മേഴ്സ്ഡ് ആവുന്നത്. അല്ലാതെ ബേസിക് കാര്യങ്ങൾ ചെയ്യാൻ നമുക്കിതൊക്കെ ധാരാളം മതി. നമ്മുടെ കുട്ടികളെ നന്നാക്കി എടുക്കാൻ നമുക്ക് ഒരു കോഴ്സിലും ജോയിൻ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. വീടിനെ ഒരു ഹെവനാക്കി മാറ്റാനായിട്ട് നമുക്കൊരു സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യമില്ല. പിന്നെ അടുത്തത് ഡാം 999 മുല്ലപ്പെരിയാർ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഡോക്യുമെൻ്റ് ചെയ്തിരുന്നു. അതിനൊരു 23 ഇൻ്റർനാഷണൽ അവാർഡ് കിട്ടി. അതിനുശേഷമാണ് മുല്ലപ്പെരിയാറിനുമായി ഏകദേശം സിമിലാരിറ്റി ഉള്ള ഡാം 999 ചെയ്യുന്നത്. പക്ഷേ ഡാം 999 അത് ഏതാണ്ട് 5ഓളം ഓസ്കാർ ഷോർട്ട് ലിസ്റ്റിംഗ് ഉണ്ടായ ഒരു മൂവിയാണ്. ശരിക്കും പറയാൻ അപ്പം അന്ന് കോൺട്രവേഴ്സി വന്നത് ഇത് മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള സിനിമയെന്നായിരുന്നു. പക്ഷേ അതിലൂടെ നമ്മൾ പറയാൻ ശ്രമിച്ചത് മുല്ലപ്പെരിയാർ മാത്രമല്ല, അതിൻ്റെ ക്ലൈമാക്സ് കണ്ടവർക്കറിയാം. അതിനകത്തൊരു കോൺക്രീറ്റ് ഡാമിനകത്ത് എൻ്റെ കൺസ്ട്രക്ഷനകത്ത് ഉണ്ടാകുന്ന കറപ്ഷനും അതുണ്ടാക്കുന്ന ദുരന്തമാണ് നമ്മൾ അതിനകത്ത് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇന്ന് കേരളം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം മുല്ലപ്പെരിയാർ അല്ല എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് ആദ്യം വേണ്ടത്. ഒരു എർത്ത്ക്വേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടൊറൻഷ്യൽ റെയിൻ, അല്ലെങ്കിൽ ഒരു സംതിങ് ലൈക്ക് ദാറ്റ് ആ മുല്ലപ്പെരിയാറിൻ്റെ തൊട്ടടുത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ മുല്ലപ്പെരിയാറിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാര്യം അതൊരു എർത്തൻ ഡാമാണ്. സെൽഫ് വെയിറ്റിൽ അത് അവിടെ നിന്നുകൊണ്ടേയിരിക്കും. ഓരോ വർഷവും അതിൻ്റെ കപ്പാസിറ്റി ഇങ്ങനെ മണ്ണ് നിറഞ്ഞ് അത് കുറഞ്ഞുകൊണ്ടും ഇരിക്കുകയാണ്. അതുകൊണ്ട്
അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വന്നില്ലെങ്കിൽ മുല്ലപ്പെരിയാറിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം വരികയാണെങ്കിൽ അവിടെ മുല്ലപ്പെരിയാറിലെ ഏത് ഡാം ആണെങ്കിലും പൊട്ടുകയും ചെയ്യും. പക്ഷേ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ പ്രോബ്ലം ഇതൊന്നുമല്ല. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം 10-60ഓളം ഡാമുകളുണ്ട്, ആ എൻഡ് തൊട്ട് ഈ എൻഡ് വരെ എല്ലാ റിവേഴ്സിലുമായിട്ട്. ഇതിലെ മിക്കവാറും എല്ലാ ഡാമുകളും കോൺക്രീറ്റ് ഡാമുകളാണ്. ഈ കോൺക്രീറ്റ് ഡാമുകൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് പണിത് കഴിഞ്ഞാൽ 50 വർഷം തൊട്ട് 100 വർഷം വരെയാണ് ലൈഫ്. അത് കറപ്ഷനിൽ പണിത് കഴിഞ്ഞാൽ എത്ര നാൾ നിൽക്കുമെന്ന് പണിതവർക്ക് പോലും അറിയത്തില്ല. കേരളത്തിലുള്ള ഡാമുകളെല്ലാം കറപ്ഷൻ ഡാമുകളാണ്, ആദ്യം തിരിച്ചറിയുക. ഇതിൻ്റെ എല്ലാം ലൈഫ് ഓൾറെഡി 50 വർഷം കഴിഞ്ഞു. ഇനി ഇത് ഏത് നിമിഷവും ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണെന്നുള്ള തിരിച്ചറിവ് നമ്മൾ മനസ്സിലാക്കുക. കാര്യം ഞാനൊരു എഞ്ചിനീയറാണ്. ഇപ്പോൾ ഇതിനകത്ത് സിവിൽ എഞ്ചിനീയേഴ്സ് പലരും ഉണ്ടാവും. ഒരു സിവിൽ എഞ്ചിനീയറിംഗ് സ്ട്രക്ചറിനകത്ത് ഒരു കോൺക്രീറ്റിൻ്റെ ആയുസ് എത്രയാണ്, അതിനകത്ത് കമ്പിയുടെ ആയുസ് എത്രയാണ് നിങ്ങൾ തിരിച്ചറിയുക. അത് മര്യാദയ്ക്ക് സിമെൻറ്റും ഉപയോഗിക്കാതെ ഉപ്പ് രസമുള്ള കാര്യങ്ങളാണ് അതിനകത്ത് ഉപയോഗിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ദ്രവിച്ച കമ്പികളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ലൈഫ് പിന്നെയും കുറയും. അതിൻ്റെ ആ ഒരു പ്രോസസ്സ് അനുസരിച്ച്, പ്രൊസീജിയർ അനുസരിച്ചിട്ട് അതിൻ്റെ കൺസ്ട്രക്ഷൻ നടത്തിയില്ലെങ്കിൽ വീണ്ടും ലൈഫ് കുറയും. ഇന്ന് ഇടുക്കി ഡാം അടക്കം 50 വർഷം കഴിഞ്ഞ ഡാമുകളാണ് നമ്മളുടെ മുന്നിൽ നിൽക്കുന്നത്. ഇതിൻ്റെ എല്ലാം ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇനി എന്ന് ഈ ദുരന്തങ്ങൾ 1 by 1 തുടങ്ങുമെന്ന് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. ഇതൊന്നും റീപ്ലേസ് ചെയ്യുന്നതിനെക്കുറിച്ച് ആരും ആലോചിച്ചിട്ടില്ല. അങ്ങനെ അത് നിർത്താനും പറ്റത്തില്ല. കാര്യം ഇതെല്ലാം ചെയ്തേക്കുന്നത് ഒന്നെങ്കിൽ വെള്ളപ്പൊക്കം നിരോധിക്കാൻ, അല്ലെങ്കിൽ വെള്ളം എടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടി. ഇത് മൂന്നും വെച്ച് ഒരു എക്കോസിസ്റ്റം ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓൾ ഓഫ് സഡൻ നമുക്ക് നിർത്താനും പറ്റത്തില്ല. ഒരു ഡാമും പണിത് തുടങ്ങിയപ്പോൾ അത് റീപ്ലേസ്മെൻറ്റിനെ കുറിച്ച് എങ്ങും പ്രോജക്റ്റിനകത്ത് പറഞ്ഞിട്ടില്ല. ഒരു ഗവൺമെൻറ്റും ഒരു ഡാമിൻ്റെ അകത്ത് വലിയ പ്ലാനിങ് ചെയ്യാത്തതെന്ന് വെച്ചാൽ അവരിത് പ്ലാൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് അവരുടെ ഭരണം പോയി അടുത്ത ആൾ വരും, അതിൻ്റെ ക്രെഡിറ്റ് വേറൊരാൾക്ക് പോകും. അതുകൊണ്ടാണ് ഈ ലയബിലിറ്റി ഒരു ഗവൺമെൻറ് ഏറ്റെടുക്കാത്തത്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയുക. നമ്മളൊരു വാട്ടർ ബോംബിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ മുല്ലപ്പെരിയാറിനെ കുറിച്ചൊരു ഡോക്യുമെൻ്ററി ചെയ്തു. അതിന് ശേഷം വാട്ടർ ബോംബ് എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്ററി ഞാൻ പിന്നീട് ചെയ്തു. ഫീച്ചർ ഫിലിമായിട്ട് ഡാം 999 ചെയ്തു. പിന്നീട് കരിമണൽ ഖനനത്തെക്കുറിച്ച്, ഇപ്പം നമുക്കെല്ലാം അറിയാം, കേരളത്തിൽ ഇന്ന് കത്തി നിൽക്കുന്ന ഒരു സബ്ജക്റ്റാണ് കരിമണൽ ഖനനത്തെക്കുറിച്ച്. ബ്ലാക്ക് സാൻഡ് എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്ററി ചെയ്തു. അതിന് ഒരുപാട് ഇൻ്റർനാഷണൽ അവാർഡ്സ്, 10-70 ഇൻ്റർനാഷണൽ അവാർഡ്സ് ഓൾറെഡി ആയിട്ടുണ്ട്. അതും വളരെ ഒരു ക്രിട്ടിക്കൽ സാധനമാണ്. ഈ ഒരു ഇത്തരം എൻവയോൺമെൻറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള മൂവീസ് ചെയ്തതിൻ്റെ പേരിലും, അതുപോലെ തന്നെ ഡിസൈൻ ഫീൽഡിൽ ഇന്ന് വേൾഡിലെ നമ്പർ 1 ഷിപ്പ് ഡിസൈൻ ഫേമാണ്. ഞങ്ങളാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കപ്പലുകളെ ഗ്രീൻ ഷിപ്പായത്. ഈ പൊല്യൂഷൻ കുറച്ചുകൊണ്ട്, വാട്ടർ പൊല്യൂഷനും എയർ പൊല്യൂഷനും കുറച്ചുകൊണ്ട് ഏതാണ്ട് 3500ഓളം കപ്പലുകൾ നമ്മൾ അങ്ങനെ ഗ്രീൻ ഷിപ്പാക്കി. അതിൻ്റെ എല്ലാം കൂടി ചേർത്തിട്ടാണ് എനിക്ക് ഈ ഇറ്റലിയിൽ നിന്നും ഈ നൈറ്റ്ഹുഡ് കിട്ടിയതും. അതിൻ്റെ ഒരു റെക്കഗ്നിഷനായിട്ടാണ്. ടൈമിന്റെ ഇടയിൽ അൺഎക്സ്പെക്ടഡ് കാര്യങ്ങൾ വന്ന് പെട്ടുപോയാൽ ഈ ടൈം സെറ്റ് എങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കും? ഓക്കെ. അത് ഇപ്പം നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിലാണെന്നിരിക്കട്ടെ, നമ്മൾക്ക് പലതിനെയും ക്ലബ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം വെച്ചാലും, ചില സമയത്ത് ഞാൻ പണ്ടൊക്കെ ഒരു വർഷം 800 മണിക്കൂർ വരെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യേണ്ട അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പം ഒരു വലിയ കാര്യം US-നൊക്കെ നമ്മൾ പോകുകയെന്ന് വെച്ചാൽ ദുബൈയിൽ നിന്നാണെങ്കിൽ 16 മണിക്കൂർ, നാട്ടിൽ നിന്നാണെങ്കിൽ 20 മണിക്കൂർ എടുക്കും. അങ്ങനെ ഒരു 3-4 ട്രിപ്പൊക്കെ US-നുണ്ടാകും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പല രാജ്യങ്ങളിലേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതിനെ ഏറ്റവും കൂടുതൽ, ഇപ്പം സാധാരണ ഒരു വ്യക്തിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് സമയം പാഴായി പോകുന്ന കാര്യമല്ലെന്ന് ചോദിക്കും. അതുപോലെ തന്നെ ഞാൻ എല്ലാ വർഷവും ആയുർവേദ ട്രീറ്റ്മെൻറ്റ് പോകാറുണ്ട്. അപ്പം ആൾക്കാർ ചോദിക്കുമോ 20 ദിവസം അല്ലെ 10 ദിവസം ആയുർവേദ സെൻറ്ററിൽ പോയി സമയം പോയില്ലെന്ന് വിചാരിക്കും. ഒരിക്കലും അല്ല. ആക്ച്വലി ഇതിനെ നമ്മൾ എഫക്റ്റീവായിട്ട് കൺവേർട്ട് ചെയ്യുക. നമ്മുടെ കയ്യിലൊരു മൊബൈൽ ഉണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എൻ്റെ ക്രിയേറ്റീവ് റൈറ്റിംഗ് മൊത്തം നടന്നേക്കുന്നത് ഫ്ലൈറ്റ് യാത്രകളിലാണ്. അതുപോലെ തന്നെ ആയുർവേദ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ടാണ് പല വർക്കുകളും നടക്കുന്നത്. ഇതുപോലെ നമ്മളിപ്പം ഏത് പ്രോബ്ലത്തിൽ പോയി പെട്ട് കഴിഞ്ഞാൽ, ഈ പ്രോബ്ലം എന്ന് പറയുന്നത് 24 മണിക്കൂർ ഉണ്ടാകത്തില്ല. പ്രോബ്ലം ഉണ്ടാകും, അത് തീരാൻ കുറേ സമയം എടുക്കും. പക്ഷേ ഇതിനിടയ്ക്ക് കുറേ സമയമുണ്ട്. നമ്മളെപ്പോഴും ചെയ്യുന്നത് ഈ ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അതുമായിട്ട് ഇങ്ങനെ അതിനെ പിടിച്ച് ആ പ്രോബ്ലം കഴിയുന്നവരെ വേറൊന്നും ചെയ്യില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് പലരും. അങ്ങനെയൊന്നും അല്ല. ഒക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒരു സൊല്യൂഷൻ ഉണ്ട്. അതിനുവേണ്ടി നമ്മൾ ലൈഫ് മൊത്തം മാറ്റി വെക്കേണ്ട കാര്യമില്ലല്ലോ. അതിനിടയ്ക്ക് നമ്മൾ കറക്റ്റ് പ്ലാൻ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഫില്ല് ചെയ്ത് പോകുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് ഓരോ പ്രോബ്ലത്തിനെ ഓരോ രീതിയിൽ നമ്മൾ എടുക്കണം. ഒരു ദുഃഖം വന്നെന്ന് കരുതി നമ്മളെല്ലാം കൂടെ ഈ ദുഃഖിച്ച ജീവിതം തീർക്കാനുള്ളതാണോ? അവിടെയാണ് നമുക്ക് വേണ്ടത് നല്ല മെൻറ്റേഴ്സിനെ നമ്മളോടൊപ്പം നിർത്തണം, നല്ലൊരു സുഹൃത്തിനെ നമ്മൾ കണ്ടെത്തണം. നമ്മൾക്ക് ആ ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾക്ക് ഒരു എക്സ്ട്രാ എനർജി തരുവാൻ വേണ്ടി ഒരാളുണ്ടാവണം. അപ്പം ഞങ്ങളുടെ സ്ഥാപനത്തിൽ
എല്ലാ എംപ്ലോയീസിനുള്ള ധൈര്യം, അവർക്ക് നാളെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഹാപ്പിനെസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അവർക്ക് വന്ന് പറയാം. അവർക്ക് ലീഗൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർക്ക് വന്ന് പറയാം. ഞാൻ ഞങ്ങളുടെ കുട്ടികളോട് പറഞ്ഞേക്കുന്ന ഒരു ആസ് എ മെൻറ്റർ ഞാൻ അവർക്ക് പറഞ്ഞേക്കുന്നതാണ്, നിങ്ങളുടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേരൻസിൻ്റെ അടുത്തായിക്കോട്ടെ ആരുടെ അടുത്തായിക്കോട്ടെ ഉണ്ടെങ്കിലും നിങ്ങൾ അത് ഓർത്ത് വെറിയാവരുത്. നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ബുള്ളിങ് നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളെ ഹരാസ് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും പ്രോബ്ലം നിങ്ങൾക്കുണ്ടെങ്കിൽ യു കോൾ എന്നെ അങ്കിളിനെ വിളിക്കാനാണ് പറഞ്ഞേക്കുന്നത്. എൻ്റെ നമ്പറും കൊടുത്തിട്ടുണ്ട്. അത് അവർക്ക് കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. മനസ്സിലായില്ലേ? ഇതുപോലെ കോൺഫിഡൻസ് കൊടുക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം ഞങ്ങളുടെ സ്ഥാപനത്തിലെ ഒരു എംപ്ലോയിയുടെ ഒരു കുട്ടിയെ പോലും ഒരു എഞ്ചിനീയറിംഗ് കോളേജിലും ഒരു മെഡിക്കൽ കോളേജിലും റാഗ് ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. അത് ഞങ്ങൾ കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ആണ്. ഇതുപോലുള്ള സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിപ്പോൾ നിങ്ങളുടെ സംഘടന ഇന്നിപ്പോൾ ഇവിടെ കൂടിയത് ഈ കൂട്ടായ്മ നിങ്ങൾ തീരുമാനിക്കുകയാണ്, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു കുട്ടിയെ നിങ്ങളുടെ ഒരു പ്രൊഫഷണൽ കോളേജിലും റാഗ് ചെയ്യാൻ നിങ്ങൾ റാഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ അതേപോലെ സീരിയസ് ആയിട്ട് എടുക്കുക എന്നുള്ളത് നിങ്ങളൊരു ടീമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നടക്കില്ല. പക്ഷേ അതിനൊരു കൂട്ടായ്മ വേണം. അതിന് നമ്മളെപ്പോഴും കരുതേണ്ടത് നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ പറ്റിയ ഒരു മെൻറ്ററോ ഒരു സുഹൃത്തോ ആരെങ്കിലും ഉണ്ടാവണം. നമുക്കൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു ഫീല് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വലിയ പ്രോബ്ലം ഉണ്ടെങ്കിലും നമ്മൾ അതിൽ നിന്ന് 24 hours ഔട്ടാവുമെന്ന് നമ്മൾ തീരുമാനിക്കുക. ദുഃഖമാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 24 മണിക്കൂറിനപ്പുറം നിങ്ങൾ ഒന്നും ക്യാരി ഫോർവേഡ് ചെയ്യരുത്. അപ്പോഴത്തേക്ക് നിങ്ങൾ ആ 24 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ ആ ഒരു ഇഷ്യൂവിൽ നിന്ന് മാറി നിങ്ങൾ അതിനെ മാറ്റി അടുത്ത കാലത്ത് നിങ്ങളുടെ കൈ ഒടിഞ്ഞോ കാലൊടിഞ്ഞോ ആയിക്കോട്ടെ, കാലൊടിഞ്ഞോ ഒടിഞ്ഞു, അതിപ്പം ആ ദിവസത്തെ പ്രശ്നം കഴിഞ്ഞു. അത് ദിവസം നെക്സ്റ്റ് ഡേ നിങ്ങൾ ബെഡ് റിഡൻ ആണെങ്കിൽ ആ ബെഡിൽ കിടന്നുകൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾ ഹോക്കിൻസ് എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റിനെ കുറിച്ച് കേട്ടില്ലേ? 2 കൈയും കാലും ഒന്നും അറിയുന്നത് സംസാരിക്കാനും പറ്റത്തില്ല. പുള്ളി ആ ഇരിപ്പിലിരുന്നു കൊണ്ട് എന്തെല്ലാം ലോകത്തിന് വേണ്ടി കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ ആ പ്രോബ്ലത്തിനെ എങ്ങനെ ലഘൂകരിക്കാവോ, ഒരു വലിയ പ്രോബ്ലത്തിനെ ആ കേസൻ മെത്തേഡിലുള്ള സാധനത്തിനെ നമ്മൾ വലിയ ജോബിനെ ചെറുതാക്കുന്ന പോലെ ഒരു വലിയ പ്രോബ്ലത്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് എങ്ങനെ അതിനെ ലഘൂകരിച്ച് ആ ഇന്നത്തെ ദിവസത്തെ സാധനത്തിനെ നമ്മൾ ക്രോസ് ചെയ്ത് അങ്ങ് വിടുക. ഞാനൊരു യങ് എന്റർപ്രണർ ആയതുകൊണ്ട് തന്നെ സോഹൻ റോയ് സാറിന്റെ വളരെ ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു വളർച്ചയെ കുറിച്ചുള്ള ഈ ക്ലാസ് തീർച്ചയായിട്ടും ഞങ്ങളുടെ വളർച്ചയിലും സഹായിക്കും. പുതിയ ഇൻസൈറ്റ്സ് ലഭിച്ചതിന് നന്ദി പറയുന്നു. താങ്ക് യു. സാറിന്റെ ഇന്നത്തെ പ്രഭാഷണം വളരെ സമഗ്രവും വളരെയധികം എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. സംഘടിപ്പിച്ചതായിട്ടുള്ള ഈ പ്ലാറ്റ്ഫോമിൽ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. പിന്നെ എനിക്ക് സാർ പറഞ്ഞ ഒരു കാര്യത്തില് എടുത്തു പറയാനുള്ളത്, നമ്മുടെ കുട്ടികളെ എൻ്റെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പഠിപ്പിക്കണം എന്നുള്ളത്. സാർ ഇപ്പോൾ റിട്ടയർ ചെയ്തതിനു ശേഷം പഠിക്കാൻ തുടങ്ങി. അതുപോലെ ഞാനിപ്പോൾ റിട്ടയർ ചെയ്തതിനു ശേഷം പിയാനോ അല്ലെങ്കിൽ പറയുന്ന കീബോർഡ് പഠിക്കാൻ തുടങ്ങി. അതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പഠിക്കുമ്പോൾ 2 കൈ ഉപയോഗിക്കുന്നു. കാരണം സാധാരണ നമ്മൾ വലത്ത് കൈ മാത്രമല്ല പല കൂടുതൽ കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വലത് കൈ ഉപയോഗിക്കുന്നുണ്ട്, ഇടതുവശത്തെ ബ്രെയിൻ മാത്രമേ ആക്ടിവേറ്റ് ആകുന്നത്. അതേസമയം ഇടത് കൈ ഉപയോഗിക്കുമ്പോഴാണ് വലതുവശത്തെ ബ്രെയിൻ ആക്ടിവേറ്റ് ആകുന്നത്. ഈ വലതുവശത്തെ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ക്രിയേറ്റിവിറ്റിയും അതുപോലെ തന്നെ ഭാവനയും അങ്ങനെയുള്ളതായ കാര്യങ്ങളെ ആക്ടിവേറ്റ് ചെയ്യുന്ന. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് പറയുന്ന ഏതെങ്കിലും ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പഠിപ്പിക്കുന്നത് നല്ലതാണ്. പാട്ട് പഠിപ്പിക്കുകയും അതുകൊണ്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പഠിപ്പിക്കുന്നത് നല്ലതാണ്. അതുപോലെ പ്രായമുള്ളവർക്കും അത് പറ്റുമെങ്കിൽ സാധിക്കും. ഇപ്പൊ എനിക്ക് പഠിക്കാൻ തുടങ്ങിയിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന ഈ സമഗ്രമായിട്ടുള്ള ബ്രെയിൻ ഡെവലപ്മെന്റിന് നല്ലതാണ്, പ്രത്യേകിച്ച് ഓർമ്മശക്തി നല്ലതാണ് എന്നും മനസ്സിലാക്കിക്കൊണ്ട് അത് പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ പ്രത്യേകമായിട്ടൊന്ന് എടുത്തു പറയുന്നത് മാത്രമേ, ബാക്കിയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയാനില്ല. എല്ലാം തന്നെ പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമായിരുന്നു, വളരെ റെലവന്റ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഇതുപോലെ ഈ മ്യൂസിക് ഇൻസ്ട്രുമെന്റ് പഠിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്കെല്ലാം ചെയ്യാവുന്നൊരു കാര്യമാണ്. നമ്മളെല്ലാം വറി ചെയ്യുന്നത് നമ്മുടെ കുട്ടികളെ ഇപ്പം വെള്ളത്തിൽ പോകാതെ നമ്മൾ സൂക്ഷിക്കുക. അതേസമയം വെസ്റ്റേൺ കൾച്ചറിൽ അവരെ ആദ്യം വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് അവരെ നീന്തൽ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വെള്ളത്തിൽ നിന്ന് മാറ്റി നിർത്തുകയല്ല വേണ്ട, വെള്ളത്തിലോടുള്ള ഭയം മാറ്റി അവരെ നീന്തൽ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതുപോലെ സെൽഫ് കോൺഫിഡൻസ് കൂട്ടാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് ഒരു 5-year പ്ലാനിനകത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്ന, കുട്ടികൾക്ക് വേണ്ടി 5-year പ്ലാൻ ഡിസൈൻ ചെയ്യുമ്പോൾ ചെയ്യാവുന്നൊരു കാര്യമാണ് ഏതെങ്കിലും ഒരു മാർഷൽ ആർട്സ്, എന്തെങ്കിലും ഒരു കരാട്ടയോ കുങ്ഫു എന്തെങ്കിലും ഒരു സെൽഫ് ഡിഫെൻസിന് വേണ്ടിയുള്ള ഒരു മെത്തേഡ് എസ്പെഷ്യലി ഫീമെയിൽസിന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഒരു കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ഉള്ള ഒരു പെൺകുട്ടിയെ ഒരാളും പീഡിപ്പിക്കാൻ പോകുന്നില്ല.
മനസ്സിലായില്ലേ? അതിനറിയാം എങ്ങനെ ഡിഫെൻഡ് ചെയ്യാന്നുള്ളത്. അപ്പം നമ്മൾ എത്രയോ സമയം ഈ 50,000 മണിക്കൂർ നമ്മൾ അക്കാഡമിക്സിനകത്ത് സ്പെൻഡ് ചെയ്തപ്പോൾ അതിനകത്ത് 1000 മണിക്കൂർ മതി ഈ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് കിട്ടാനായിട്ട്. പക്ഷേ നമ്മുടെ കരിയർ ഡിസൈനകത്ത് നമ്മൾ 50,000 മണിക്കൂറിനെ ഡിവൈഡ് വന്നപ്പോൾ ഈ കാര്യം വിട്ടുപോയി. ഇനി ഓക്കെ അക്കാഡമിക്സിൻ്റെ വിട്, അല്ലാതുള്ള ഒരു 50,000 അവേഴ്സ് നിങ്ങൾക്ക് ഇതിനകത്തൊന്ന് കിട്ടുമായിരുന്നല്ലോ. ഈ മൈൻഡിന് വേണ്ടിയുള്ള കാര്യം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ബോഡിക്ക് വേണ്ടിയുള്ളതില്ലേ, അതിനകത്തുനിന്ന് കുറച്ച് സമയം എടുത്താൽ മതിയായിരുന്നു. ഡെയിലി 8 അവേഴ്സ് ബോഡിക്ക് വേണ്ടിയുള്ളതിനകത്തുനിന്ന് നിങ്ങളൊരു ഹാഫ് ആൻ അവർ മാറ്റി വെച്ചാൽ തന്നെ, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 2 മണിക്കൂർ മതി, അല്ലെ 4 മണിക്കൂർ മതി മാർഷൽ ആർട്സിനകത്ത് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ 5 ഇയേഴ്സിൽ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ഇറ്റ്സ് എ ട്രെയിനർ. അത് സൈഡ് വരുമാനം ഉണ്ടാക്കാൻ പറ്റും, നമ്മുടെ ഫിറ്റ്നസ്സിന് നല്ലതാണ്, എല്ലാം കൊണ്ട് നല്ലതാണ്. പക്ഷേ ഇതൊന്നും നമ്മളുടെ പേരൻസ് കുട്ടികളെ കൊണ്ട് ചെയ്യാൻ സമ്മതിപ്പിക്കത്തില്ല. പലരും അവർ വിടത്തില്ല. കുട്ടികൾക്ക് വന്നിട്ട് പറയാൻ പറ്റത്തില്ലല്ലോ എനിക്ക് കരാട്ടെ പഠിക്കണം എന്ന് ഇങ്ങോട്ട് വന്ന് പറയുന്നവർ വളരെ കുറവായിരിക്കും. അതേസമയം നിങ്ങൾ 18 വയസ്സ് വരെ നിങ്ങളാണ് കുട്ടികളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നെങ്കിൽ നിങ്ങളത് ചെയ്യണം. നിങ്ങൾ കുട്ടികളുടെ അടുത്ത് പറയണം, നീ പോയിട്ട് നിർബന്ധമായിട്ടും സ്വിമ്മിങ് പഠിക്കണം, എവിടെ പോയാലും വെള്ളത്തിൽ വീണാൽ രക്ഷപ്പെടണം, നിർബന്ധമായിട്ടും പോയി ഏതെങ്കിലും ഒരു സെൽഫ് ഡിഫെൻസിൻ്റെ സാധനം പഠിച്ചിരിക്കണം, ഒരു ഇൻസ്ട്രുമെൻ്റ് പഠിച്ചിരിക്കണം. ഇങ്ങനെയുള്ളത് പേരൻസ് നിർബന്ധമായിട്ട് പറഞ്ഞ് ചെയ്യേണ്ടതാണ്. അതിന് ഇഷ്ടംപോലെ സമയമുണ്ട്. ഈ വെറുതെ സ്കൂളിൽ പോയി പഠിച്ചിട്ട് മനസ്സിലാവാത്ത സൈൻ തീറ്റ പഠിക്കാൻ വീണ്ടും ട്യൂഷന് വേണ്ടി അയക്കും. ഇതൊക്കെ ഒന്ന് മാറ്റുക. ഇത് മാറ്റി തിങ്ക് ചെയ്തിട്ട് കുട്ടികളുടെ വാല്യുബിൾ ടൈം നല്ല ആവശ്യമുള്ള കാര്യത്തിന് വേണ്ടി ചെലവഴിക്കുക. അല്ലാതെ പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാനല്ല. പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിയത് കൊണ്ട് ജീവിതത്തിൽ ഒന്നും ആവത്തില്ല. ഗുഡ് ഈവനിങ് സാറേ. സാർ ഇപ്പം പറഞ്ഞത് സ്റ്റുഡൻസ് ആൻഡ് പാരന്റ്സിന്റെ അക്സെപ്റ്റൻസിനെ പറ്റി പറഞ്ഞല്ലോ, അതൊരു വലിയ ഇഷ്യൂ തന്നെയാണ്. കാരണം ഇപ്പം സാറ് പറഞ്ഞു ഒരു കുഞ്ഞിനെ കൊണ്ട് ഫ്രിഡ്ജ് തുടപ്പിക്കാനൊക്കെ നോക്കാമെന്ന്. ദ പ്രോബ്ലം CBSE ഇപ്പോൾ ഞാനൊരു CBSE സ്കൂളിലെ പ്രിൻസിപ്പളും കൂടെ ആയതുകൊണ്ട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. CBSE ഇപ്പോൾ സ്കിൽ എഡ്യൂക്കേഷന്റെ പേരിൽ എല്ലാ ലെവലിലും 6 to 8, 9 to 10 ആൻഡ് 11 to 12 പല ലെവൽസിൽ പല സബ്ജക്ട്സ് ആയിട്ട് ഓൾമോസ്റ്റ് 30-35 സബ്ജക്ട്സ് വീതം അവർ തരുന്നുണ്ട്. സോ മെനി ബ്യൂട്ടിഫുൾ സബ്ജക്ട്സ്. എന്നാൽ പോലും എത്ര പാരന്റ്സിനോട് പറഞ്ഞാലും അവര് പോട്ടറിയോ അല്ലെ ഹൗസ് കീപ്പിങ്ങോ ഇതൊക്കെ വിട്ടിട്ട് ബേക്കിംഗ്, കുക്കിംഗ് എല്ലാം ഉണ്ട് അതിൻ്റെ അകത്ത്. പക്ഷെ ഹാൻഡിക്രാഫ്റ്റ് ഉണ്ട്. അതെല്ലാം വിട്ടിട്ട് ഈ പാരന്റ്സ് എല്ലാം എടുക്കുന്നത് AI ആൻഡ് IT ആണ്. സോ ദ ലോങ് ടേം ഒരു കൺസെപ്റ്റ് ഇത് ചെയ്താലും ഞങ്ങൾക്ക് ജോലി കിട്ടണം എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ഒരു ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് അവർക്ക് സാർ ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഇമ്പോർട്ടൻസ് അവർക്ക് മനസ്സിലാകുന്നില്ല. ഈ ഹൗസ് കീപ്പിംഗ് ആണെങ്കിൽ തന്നെ ഈ ഒരു കുഞ്ഞ് സ്കൂളിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഹൗ ടു മേക്ക് ദ ബെഡ്, അല്ലെങ്കിൽ ആ ബെഡ് സെറ്റ് ചെയ്തിട്ട് പോകണം എന്നൊക്കെയുള്ളൊരു സിമ്പിൾ ഹൗസ് ഹോൾഡ് ട്രിക്സ് ആണെങ്കിൽ തന്നെ അബൌട്ട് ഡിസിപ്ലിൻ ആൻഡ് നീറ്റ്നെസ് ഇതുപോലും പാരന്റ്സ് പഠിപ്പിക്കാൻ തയ്യാറല്ല. അപ്പൊ ഇതിനെ എങ്ങനെ അഡ്രസ് ചെയ്യേണ്ടേ? പലപ്പോഴും വരുന്ന ഒരു വലിയ ചാലഞ്ച് ഇതാ. എത്ര നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയാലും വീഡിയോസ് കാണിച്ചാലും CBSEയുടെ സപ്പോർട്ടീവ് സിസ്റ്റംസ് കാണിച്ചാലും ഓക്കെ നിങ്ങൾ സ്കൂളിൽ ചെയ്യിപ്പിക്കുന്നു, ഓക്കെ, ബട്ട് ഡോണ്ട് ആസ്ക് us to get it done at home. My child is busy studying. അപ്പൊ ഇതിനെ എങ്ങനെ അഡ്രസ് ചെയ്യുന്നു സാറ്? ശരിക്കും പേരന്റ് ടീച്ചേഴ്സ് മീറ്റിംഗ് മാത്രമല്ല, ശരിക്കും സ്കൂളിൽ നിർബന്ധമായിട്ടും ഈ പേരൻസിനെയും കൂടെ വിളിച്ചിട്ട് അവർക്കും ട്രെയിനിങ്ങിനുള്ള ഒരു സ്ലോട്ട് നിങ്ങൾ കണ്ടെത്തണം. അപ്പം ഞങ്ങളുടെ ഇപ്പോൾ ഏരിയസിനകത്ത് കരിയർ ഡിസൈനകത്ത് പേരൻസും ഉണ്ട്, കുട്ടികളും ഉണ്ട്, ഓൺലൈൻ സെഷനകത്ത് ഇവരെല്ലാം ഇൻവോൾവ് ആണ്. അപ്പോൾ ഇവർക്കെല്ലാം ട്രെയിനിങ് ഉണ്ട്. പേരൻസിനും ഇതിനോടൊപ്പം തന്നെ ട്രെയിനിങ് ഉള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പം എൻ്റെ ചോദ്യം, ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഇതെല്ലാം ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പം ഇതൊരു അഡീഷണൽ ജോബായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. നമുക്ക് വേറെ ഓഫീസിൽ ഇഷ്ടംപോലെ വർക്കുണ്ട്. ഞങ്ങൾക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പ്രൈമറി ജോബാണ് കുട്ടികളെ റെഡിയാക്കി എടുക്കുക. അതിന് റിസൾട്ട് കിട്ടിയേ പറ്റത്തുള്ളൂ. പേരൻസ് കോപ്പറേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പേരൻസിൽ നിന്ന് തുടങ്ങണം. അത് അല്ലാതെ ഡ്യൂട്ടി ടൈം മാത്രമാണ് എൻ്റെ ഇതെന്നുള്ള മാറ്റി വെച്ചിട്ട് ചിലപ്പം ഓഫ് ഡേയ്സിലൊക്കെ പേരൻസിന് വേണ്ടി അവരെ വിളിച്ച് വരുത്തിയിട്ട് നിർബന്ധമായിട്ട് ചെയ്യണം. അതൊരു വിൽ പവറോടുകൂടി ഒരു ടീച്ചർ ഇറങ്ങി തിരിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ മാറും, നോ ഡൗട്ട്. പക്ഷേ അതേസമയം ജസ്റ്റ് ആസ് പെർ ഡ്യൂട്ടി ടൈമിൽ ഞാൻ വർക്ക് ചെയ്യൂ എന്നുള്ള രീതിയിൽ എല്ലാവരും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ റിസൾട്ടേ വരത്തുള്ളൂ. സിലബസിലുള്ളത് ഞാൻ പഠിപ്പിക്കൂ അങ്ങനെയൊന്നുമല്ല. ഔട്ട് ഓഫ് സിലബസ് പോകണം. ഒരു മെൻറ്ററായിട്ട് മാറി, ഒരു ടീച്ചറിൽ നിന്നും മെൻറ്ററായിട്ട് മാറണം. ആദ്യം നമ്മൾ മനസ്സിലാവേണ്ട വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ടീച്ചർ ആൻഡ് എ മെൻറ്റർ. ടീച്ചർ എന്ന് പറയുന്നത് ഡെഡ് ആയിട്ട്, അതായത് നമ്മുടെ പുസ്തകത്തിന് നമ്മുടെ സിലബസ് അനുസരിച്ചിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു വ്യക്തി മാത്രമാണ് ടീച്ചർ. പക്ഷേ ഒരു മെൻറ്റർ എന്ന് പറയുന്നത്
ഒരു ഫീസും ഞാൻ മെൻറ്ററാവുന്നു, ഞാൻ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ഫീസ് വാങ്ങിയിട്ടല്ല പഠിപ്പിക്കുന്നത്. എനിക്ക് ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റും ഇല്ലതുകൊണ്ട് എനിക്ക് കിട്ടുന്ന ഹാപ്പിനെസ് ആണ്. നമ്മളൊരു മെൻറ്ററായിട്ട് മാറുമ്പം നമ്മളോടൊപ്പം ചിലപ്പോൾ ഒരു കുട്ടിയായിരിക്കും, ചിലപ്പോൾ 1000 കുട്ടികളായിരിക്കും. പക്ഷേ കൊടുക്കുന്നത് ഞാൻ പണത്തിന് വേണ്ടിയല്ല, എനിക്ക് അടുത്ത ജനറേഷനോട് വേണ്ടി എന്തെങ്കിലും ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി തിരിച്ചാൽ എന്നോടൊപ്പം കൂടാൻ ഒരുപാട് പേരുണ്ടാവും. അത് നിർബന്ധമായിട്ടും ഇപ്പം ഒന്നുമില്ല, എഡ്യൂക്കേഷൻ മേഖലയിൽ ഇപ്പം ടീച്ചറിനെ പോലുള്ളവർ അവർക്ക് യു ആർ ഗെറ്റിംഗ് പെയ്ഡ് ഫോർ ദാറ്റ് വൺ. പേരൻസ് അതിൽ ഇൻവോൾവ് ആവുന്നില്ലെങ്കിൽ അവരെ വിളിച്ചിട്ട് ഇറങ്ങി തിരിക്കണം. ഇപ്പം ടീച്ചർ നാളെ ഇറങ്ങി തിരിച്ചാൽ ഇവരെല്ലാം കൂടെ വരും. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സാർ. സാറേ, ഒരു ക്വസ്റ്റ്യൻ, പേഴ്സണൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സാർ ഈ 1:1:1 പറ്റി പറഞ്ഞല്ലോ. ഇപ്പം സാറിനെ പോലുള്ള ഒരു വ്യക്തി, അതായത് ഇത്രത്തോളം സ്ഥാപനങ്ങൾ നോക്കുന്നു, ഇത്രത്തോളം കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആയിരിക്കുന്ന ഒരു വ്യക്തി, സാർ എങ്ങനെയാണ് സാറിന്റെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കുന്നത്? ഞാൻ ഈ ഇലോൺ മസ്കിനെ പറ്റിയിട്ടൊക്കെ കേട്ടിട്ടുള്ളത്, പുള്ളി കൂടുതൽ സമയം ഓഫീസിലാണ്, കിടന്നുറങ്ങുന്നത് തന്നെ ഓഫീസിന് ചിലപ്പം പുള്ളിയുടെ ചെയറിന്റെ താഴെയാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതായത് കൂടുതൽ സമയം അവർ വർക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ചെലവഴിക്കുന്നത്. ഈ പറഞ്ഞ 1:1:1 ഒക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന കാര്യം നമുക്കറിയത്തില്ല. അപ്പൊ സാറിന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തിൽ അത് എപ്രകാരം സാർ ഇത് കൊണ്ടുപോകുന്നുണ്ടെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ഞാൻ കൃത്യമായിട്ട് ഇത് പാലിക്കുന്ന ഒരു വ്യക്തിയാണ്. കാര്യം ഇപ്പോൾ ഞങ്ങൾക്ക് 76 കമ്പനികളുണ്ട്. പിന്നെ ഇത്രയും കൺട്രീസിൽ ഓപ്പറേഷൻ ഉണ്ട്. ഞങ്ങൾക്ക് ഏതാണ്ട് ക്ലയൻസ് തന്നെ 112 കൺട്രീസിൽ ക്ലയൻസ് ഉണ്ട്. ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഞാൻ 240 മണിക്കൂർ അതിനുവേണ്ടി മാറ്റി വെക്കുന്നുള്ളൂ. ബാക്കി ഇപ്പം ഞങ്ങൾക്കൊരു എഫിഷ്യൻറ്റ് ട്രീ ഉണ്ട്. എൻ്റെ കീഴിൽ ഒരു 5 മാനേജിങ് ഡയറക്ടേഴ്സാണ് വരുന്നത്. അപ്പോൾ എൻ്റെ ജോബ് എന്ന് വെച്ചാൽ ഈ 5 മാനേജിങ് ഡയറക്ടേഴ്സ് എന്ത് പ്ലാൻ ചെയ്യുന്നു, അത് പ്ലാനിങ് കറക്റ്റ് ആണോ അത് നോക്കുക. അവരുടെ പ്ലാനിങ് കറക്റ്റ് അല്ലെങ്കിൽ അത് അടുത്ത ലെവലിലേക്ക് പോകാനായിട്ട് അവരെ ഗൈഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഞാൻ മാക്സിമം ഡെലിഗേറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് വേറെ ആളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്ന ജോബാണെങ്കിൽ ഞാൻ പെട്ടെന്ന് ഞാനതങ്ങ് ഡെലിഗേറ്റ് ചെയ്യും. ഞാൻ എൻ്റെ ജോബ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക, അത് കറക്റ്റ് കാര്യം എൻ്റെ സാലറിയുടെ ഒരു 1/10 സാലറി ഉള്ള ഒരാളെ കൊണ്ട് എനിക്ക് ചെയ്യിക്കാവുന്ന ഒരുപാട് ജോബ്സ് ഉണ്ട്. അതിലേക്ക് നേരെ വിട്ട് കഴിയുമ്പോൾ എനിക്ക് ഒരു ജോബ് ഞാൻ ചെയ്യേണ്ടടുത്ത് 10 ജോബ് എനിക്ക് ചെയ്യാൻ പറ്റും. ഈ രീതിയിൽ പലപ്പോഴും നമ്മൾ ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്തത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ആഴ്ചയിൽ ഒരു ദിവസമേ ഓഫീസിൽ പോകത്തുള്ളൂ. ഞാൻ വീട്ടിൽ തന്നെ ഓഫീസ് സെറ്റ് ചെയ്തു. ഞാൻ ഓഫീസ് റൂമിലാണ് ഇരിക്കുന്നത്. എൻ്റെ വീട്ടിലെ ഓഫീസ് റൂമിലാണ് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ ഫ്രണ്ടിൽ ഒരു വലിയ സ്ക്രീനുണ്ട്. ആ സ്ക്രീനിൽ ഈ 30 കൺട്രീസിലെ ഓഫീസിനെ മൊത്തം എനിക്ക് ഇവിടെ നിന്ന് കാണാം. എല്ലായിടത്തെയും ക്യാമറാസ് വെച്ചിട്ടുള്ള എനിക്ക് കാണാം. എനിക്ക് ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ടെക്നോളജി അവിടെ യൂസ് ചെയ്യാണ്. അതേസമയം എൻ്റെ ഫാമിലി ഇവിടെ തന്നെയുണ്ട്. എനിക്ക് കോഫി കഴിക്കാൻ പോകാം. എൻ്റെ ഫാമിലിക്ക് ഞാൻ വീട് വിട്ടു പോയൊരു ഫീലില്ല. ഞാൻ എവിടെ പോയാലും വൈഫിനെയും കൊണ്ടാണ് യാത്ര ചെയ്യാറുള്ളത്. അതുകൊണ്ട് വൈഫിന് ഒരിക്കലും ഞാൻ അകന്നു പോയി ഒറ്റപ്പെട്ടു എന്നുള്ളൊരു ഫീലേ ഇല്ല. പക്ഷേ ഞാൻ മേക്ക് ഷുവർ ദാറ്റ് 240 hours കൂടുതൽ ഞാൻ ജോബിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നില്ല. ബാക്കി എല്ലാ കാര്യവും ഞാൻ ചെയ്യുന്നുള്ളൂ. ഞാൻ പറയുന്നില്ലേ, അതിനിടയ്ക്ക് എത്രയോ പുസ്തകങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്, എത്രയോ എല്ലാ ദിവസവും കവിത എഴുതുന്നുണ്ട്, ഇതുപോലെ ക്ലാസ് ഞാൻ എടുക്കുന്നുണ്ട്. ഇന്ന് തന്നെ ഇതിപ്പോൾ 2 hours ആവാൻ പോവല്ലേ ഇത്. ഞാൻ ഉച്ചയ്ക്ക് 2 hours ഒരു സെഷൻ കഴിഞ്ഞ് ഇത് 2 hours ഉണ്ട്. ഞാൻ സമയം കണ്ടെത്തുന്നുണ്ട് ഇതിനെല്ലാം. നമ്മൾ സമയമില്ല എന്ന് വിചാരിക്കുന്നതാണ്. അങ്ങനെയൊന്നും അല്ല. ഈ 1:1 കറക്റ്റ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതിനൊക്കെ എല്ലാത്തിനും സമയം കിട്ടും. സിനിമ കാണാൻ സമയം കിട്ടും. ഞാൻ ആഴ്ചയിൽ നിർബന്ധമായിട്ടും 2 സിനിമയെങ്കിലും കാണാത്ത ഒരു ആഴ്ചയില്ല. ഞാൻ നിർബന്ധമായിട്ട് പോയിരുന്ന് കാണും. ഞാൻ എന്തിനിപ്പം എമ്പുരാൻ എന്ന് പറയുന്ന മൂവി, ആക്ച്വലി ഞങ്ങളുടെ നാട്ടിലൊരു മൾട്ടിപ്ലെക്സ് ഞങ്ങൾ തുടങ്ങി ഞങ്ങളുടെ നാട്ടുകാർക്ക് വേണ്ടി. അവിടുത്തെ ഓപ്പണിംഗ് മൂവി അതായിരുന്നു. അത് കണ്ടിട്ട് ഞാൻ ട്രിവാൻഡ്രം ഏരിയസ് പ്ലെക്സിൽ വന്നിട്ട് അത് ഒന്നുകൂടെ കണ്ടു. കാര്യം എനിക്കത് ഹൈ ക്വാളിറ്റിയിൽ വലിയ സ്ക്രീനിൽ 72 feet കാണുമായിരുന്നു. അത് കണ്ടിട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ വൈഫിനെ ഒന്നുകൂടെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ വൈഫിൻ്റെ കൂടെയും പോയി കണ്ടു. അപ്പം ഇത് വേണമെന്ന് വെച്ചാൽ ഇതിനെല്ലാം സമയം കണ്ടെത്താൻ പറ്റും. ഈ പൊതുവെ ഇന്ന് ലോകത്തെ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏജ് കൂടും തോറും ആളിന്റെ മെമ്മറി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു രീതിയാണ്. അങ്ങനെയുള്ള കാര്യത്തിന് നിങ്ങളുടെ ഈ കാര്യത്തില് എന്തെങ്കിലും പാക്കേജുകളോ ഉണ്ടോ? അതുപോലെ പ്രായം കൂടുന്നവരെ കരുതുന്ന രീതിയിൽ ഈ മെമ്മറിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ടിപ്പോ ടെക്നിക്കോ സാറിന് പറയാനുണ്ടോന്ന് കൂടെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഈ നമ്മൾ ഉപയോഗിക്കാത്ത ഇരുമ്പ് തുരുമ്പിക്കുക എന്ന് പറഞ്ഞ പോലെയാണ് ഈ ബ്രെയിൻ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ആണ് ഇതൊക്കെ കൂടുതലും സംഭവിക്കുന്നത്. അപ്പം മാക്സിമം ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള മെമ്മറി ലോസ് കുറയും. പക്ഷേ എന്നാലും ചില പ്രോബ്ലംസിൽ ചില ഡിസീസായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടി വരും. ഓർഗൻ ഡൊണേഷനകത്ത് എല്ലാവരും ഏറ്റവും കൂടുതൽ ആൾക്കാർ സൈൻ ചെയ്തു, ഒറ്റ ദിവസം സൈൻ ചെയ്തു. എൻ്റെ ഫാദർ ചെറുമേൽ വന്നിട്ട് ആണ് അത് തുടക്കം ഇട്ടത്. ഞങ്ങൾക്കാണ് വേൾഡ് റെക്കോർഡുള്ളത്. അപ്പോൾ അതിനോടൊപ്പം നമ്മൾ എടുക്കുന്ന ഒരു ഓർത്താണ് നമ്മുടെ ശരീരത്തിനെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളത്. അപ്പം അത് ചെയ്യുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ബെനിഫിഷ്യറി നമ്മൾ തന്നെയാണ്. നമ്മളൊരു 10% എക്സ്ട്രാ നമുക്ക് ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പം
ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിലുള്ള ആൾക്കാർ അവരുടെ ലൈഫ് ഒരു 5 വർഷം തൊട്ട് 10 വർഷം വരെ കുറവായിരിക്കും. കാര്യം അവിടുത്തെ പൊല്യൂഷൻ ലെവല് 450 ആണ് പൊല്യൂഷൻ്റെ ലെവല്. ഇപ്പം ബോംബെയിലാണെങ്കിൽ ഒരു 250 300 മറ്റോ ആണ്, ദുബൈയിലാണെങ്കിൽ 110 ആണ്. നമുക്ക് അതിനെ 70 വരെ കൊണ്ടുവരാം. ഇപ്പം കോവിഡ് വന്ന സമയത്ത് ഇന്ത്യയിലുള്ള എല്ലാ തിയേറ്ററും അടച്ചിട്ട് ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ ആ സമയത്തുണ്ട്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചുള്ള ഈ തിയേറ്റർ എങ്ങനെ തിരിച്ച് തുറക്കാമെന്നുള്ള ഒരു ഗവേഷണത്തിൽ നിന്നാണ് കോവിഡ് ഫ്രീ എക്യുപ്മെൻറ്റ് ഞങ്ങൾ കണ്ടെത്തി. ഈ കോവിഡ് വൈറസിനെ കൊല്ലുന്ന ഒരു അയണൈസ് ചെയ്തുകൊണ്ട് അറ്റ്മോസ്ഫിയർ അയണൈസ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻറ്റ് കണ്ടെത്തി. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ഇന്ത്യയിലുള്ള തിയേറ്റേഴ്സ് എല്ലാം ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഞങ്ങൾ വീണ്ടും മോഡിഫൈ ചെയ്തിട്ട് ഇപ്പം ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ എല്ലാ ഓഫീസുകളിലും വീടുകളിലെല്ലാം ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന സാധനമാണ് എയർ മാസ്ക് സിസ്റ്റം എന്ന് പറയും. ഈ അയണൈസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ഒരു ഈ പൊല്യൂഷൻ ലെവൽ നമുക്ക് 70 വരെ കൊണ്ടുവരാൻ പറ്റും. അപ്പം നമ്മളൊരു ഓൾമോസ്റ്റ് ഒരു 70% ടൈമും നമ്മൾ ഒന്നെങ്കിൽ വീടുകളിലായിരിക്കും, അല്ലെങ്കിൽ ഓഫീസിലായിരിക്കും, അല്ലെങ്കിൽ കാറിലായിരിക്കും. ഇവിടെ എല്ലാം ഇത് ഇൻസ്റ്റാൾ ചെയ്യാവുന്ന മോഡൽസ് ഉണ്ട് ആക്ച്വലി. അപ്പം നമ്മൾ ശരിക്കും പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പൊല്യൂഷൻ ലെവൽ കുറച്ചുകൊണ്ട് നമുക്ക് ലൈഫ് എക്സ്പെക്ടൻസി കൂട്ടാൻ പറ്റും. ഹെൽത്ത് മാനേജ്മെൻറ്റ് സിസ്റ്റം കറക്റ്റ് നമ്മൾ ശരീരത്തിനെ നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി കൂട്ടാൻ പറ്റും. ഇതുപോലെയാണ് ഈ ബ്രെയിനിനെ നമ്മൾ കറക്റ്റ് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ മെമ്മറി ലോസും കാര്യങ്ങളും എല്ലാം കുറയ്ക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ ഇതുവരെ അതിൻ്റെ ഒരു ഡീറ്റെയിൽ കാര്യം നമുക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടില്ല. നമ്മുടെ ഏരിയസ് ഗ്രൂപ്പിനകത്ത് അങ്ങനെ ഒരു റിപ്പോർട്ടഡ് ഇൻസിഡൻറ്റ് അതിനൊരു കറക്റ്റ് കാര്യം ഞങ്ങൾ എപ്പോഴും ചെയ്യുന്നത് ഒരു ഇൻസിഡൻറ്റ് വരുമ്പോൾ അതിനൊരു കറക്റ്റീവ് ആക്ഷൻ എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ക്യാൻസർ കേസുകൾ ഞങ്ങളുടെ 1-2 സ്റ്റാഫിനൊക്കെ ക്യാൻസർ കേസ് ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ ഞങ്ങളതിൻ്റെ റൂട്ട് കോസ് അനാലിസിസ് നടത്തിയപ്പോഴാണ് മനസ്സിലാവുന്നത് പുനലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പച്ചക്കറി വരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വിഷം അടിച്ചിട്ട് വരുന്നതാണ്. ഫിഷ് വരുന്നത് കൊല്ലത്ത് നിന്ന് വരുന്നത് മറ്റേ ഫുർഡാനൊക്കെ അടിച്ചിട്ട് വരുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ അതിന് ഒറ്റ കറക്റ്റീവ് ആക്ഷനേ ഉള്ളൂ. ഓർഗാനിക് ഫാമിങ് തുടങ്ങുക, നമ്മുടെ നാട്ടിൽ തന്നെ ഓർഗാനിക് ഫാമിങ് തുടങ്ങുക. ഫിഷിനെ നമ്മൾ തന്നെ വളർത്തി എടുക്കുന്ന ഒരു സംവിധാനം ചെയ്യുക. അപ്പോൾ കറി പൗഡേഴ്സ്, ഈ മായം ചേർത്ത കറി പൗഡറാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. അതിന് നമ്മൾ തന്നെ പൊടി ഉണ്ടാക്കുക, വെളിച്ചെണ്ണ നമ്മൾ തന്നെ ആട്ടിയെടുക്കുക. അപ്പോൾ അതിനുള്ളൊരു പ്രോജക്റ്റാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ഈ മെമ്മറി ലോസിൻ്റെ വല്ലതും വരുന്നതിനെക്കുറിച്ചുള്ള ഒരു കേസ് സ്റ്റഡി നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ അറിയാത്ത പരിപാടി ഞാൻ വിളിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് വേണം ബുക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതിന് ഇങ്ങനെ ചെയ്യുമെന്ന്. പക്ഷേ ഇതിന് ഞാനൊരു കറക്റ്റ് ഉത്തരം തരണമെങ്കിൽ ഒരു കേസ് സ്റ്റഡി നടത്തിയിട്ട് അതിൽ സക്സസ്ഫുൾ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറയാം ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാവുന്നു. ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വരാത്തത് കൊണ്ട് നമ്മൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ഡോക്ടേഴ്സിനോ അല്ലെങ്കിൽ ഇപ്പം AI ഉള്ളത് കൊണ്ട് നമുക്ക് ഇത് ഒരു ഇഷ്യൂ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ കിട്ടും. പക്ഷേ അങ്ങനെയുള്ള AI ബേസ്ഡ് ആയിട്ട് ഉത്തരം പറയാൻ എനിക്ക് താല്പര്യമില്ല. നമ്മൾ എപ്പോഴെങ്കിലും ഒരു കേസ് ഇതുപോലെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ട്രൈ ചെയ്തതിന് ശേഷം ഒരു കേസ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ AI ബേസ്ഡ് ആയിട്ട് നോക്കും അതിൻ്റെ സൊല്യൂഷൻ എന്താണ്, അതിന് റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞുതരാം. അതെ, സാറ് നിർബന്ധമായിട്ടും എല്ലാ വർഷവും ആയുർവേദ ട്രീറ്റ്മെന്റ് ചെയ്യുമെന്ന് ഇടയ്ക്ക് പ്രസംഗം നടത്തിയ പറഞ്ഞായിരുന്നു. അപ്പൊ ആ കാര്യം ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ബെനിഫിറ്റ് ആണെന്ന് ഒരു അഭിപ്രായമുണ്ട്. ആയുർവേദം എന്ന് പറയുന്നത് 5000 വർഷം പഴക്കമുള്ള ഒരു സിസ്റ്റമാണ്. ഞാനിപ്പോൾ എൻ്റെ ഡാം 999 മൂവിക്കകത്ത് അതിനെ ആയുർവേദത്തിൻ്റെ ഒരു 9 തരം ട്രീറ്റ്മെൻറ്റ് വരെ അതിൽ കാണിക്കുന്നുണ്ട്. ആയുർവേദത്തിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത സിനിമ ഡിസൈൻ ചെയ്തേക്കുന്നത്. അതിനുശേഷം ആയുർവേദത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഐക്യരക്കോണത്തെ ബിഷഗുരന്മാർ എന്ന് പറഞ്ഞ മൂവി എടുത്ത് ത്രൂ ഔട്ട് ട്രഡീഷണൽ വൈദ്യമാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുള്ളതാണ്. ശരിക്കും നമ്മളുടെ പ്രകൃതിയോട് ഇണങ്ങി ചേർന്നിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് ആയുർവേദം. അതിന് ബോഡി വാതപിത്ത കഫ സ്റ്റേറ്റ് ബാലൻസ് ആയി കഴിഞ്ഞാൽ ബോഡി തന്നെ നമ്മളെ ക്യൂർ ചെയ്യും. അങ്ങനെയാണ് ഇപ്പം ലോകത്തിൽ മനുഷ്യൻ മാത്രമേ ഉള്ളൂ അസുഖം വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് വാങ്ങി കഴിച്ച് ജീവിക്കുന്നത്. ബാക്കി ഈ ഭൂമി മലയാളത്തിൽ ഒരുപാട് ജീവികളുണ്ട്. അവർക്ക് വല്ല പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് നേരെ പോയിട്ട് പ്രകൃതിയിൽ തന്നെയുള്ള ചെടികളുണ്ട്, അതെടുത്ത് കഴിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രകൃതിയിൽ തന്നെ അതിനുള്ള സൊല്യൂഷൻ ഉണ്ട്. അത് മനുഷ്യന് ഒരു കാലത്തുണ്ടായിരുന്നു, ആദ്യ മനുഷ്യൻ്റെ കാലത്തെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാട്ട് ജീവിതം നയിക്കുന്നവർ അതൊക്കെ പാലിക്കുന്നുണ്ട്. നമ്മൾ മോഡേൺ ലൈഫിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഈ മോഡേൺ മെഡിസിൻ്റെ പുറകെ പോകുന്ന ഒരു സിസ്റ്റം ഉണ്ടായത്. അപ്പോൾ നമ്മുടെ ബോഡി ഇപ്പോൾ അതിനനുസരിച്ചിട്ട് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ തീർച്ചയായിട്ടും ആയുർവേദത്തിൽ പോകുന്നതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ട്. ഇപ്പോൾ എനിക്കൊരു 2009 ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എനിക്കൊരു സ്കിന്നിൻ്റെ പ്രോബ്ലം വന്നു. ഞാൻ ലോകത്തിലുള്ള എല്ലാ അലോപ്പതി ഹോസ്പിറ്റലിലും കയറി ഇറങ്ങിയിട്ട് ഒരു രക്ഷയില്ല, ഒരു മാറ്റമില്ല. ഞാൻ അവസാനം അങ്ങനെയാണ് ആയുർവേദത്തിലേക്ക് പോകുന്നത്. ആയുർവേദത്തിൽ പോയി 28 അവിടെ ചെന്നപ്പോഴേ അവർ പറഞ്ഞു 28 days വേണം ഇത് ക്യൂർ ചെയ്യണമെങ്കിൽ സമയമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ബാക്കി എല്ലാ പരിപാടിയും നിർത്തി അവിടെ നിന്ന്
അത് മൊത്തം അവർ 28 ഡേയ്സ് കൊണ്ട് ബാക്ക് ടു നോർമലാക്കി തന്നു. അപ്പോൾ എനിക്ക് അന്നേരമാണ്, അതുകൊണ്ട് മാത്രമാണ് എൻ്റെ മൂവിയിൽ ഞാൻ ആയുർവേദത്തിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വാതാപിത്ത കഫ സ്റ്റേറ്റ് ബാലൻസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബോഡി തന്നെ കുറേ ക്യൂർ ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. കാര്യം ആയുർവേദത്തിൽ ഈ ഇത്രയും ദിവസം അവിടെ താമസിക്കുമ്പം ഒരുപാട് പേര് കേസ് സ്റ്റഡി നമുക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കാര്യം നമ്മളോടൊപ്പം വന്ന് ഭക്ഷണം കഴിക്കുന്നവർ അവരുടെ എക്സ്പീരിയൻസ് പറയും. അത് ചെയ്യണം എല്ലാവരും നിർബന്ധമായിട്ടും. വർഷത്തിൽ ഒരു 10 ദിവസമെങ്കിലും ഒരു 7 ദിവസമെങ്കിലും പോയിട്ട് ഒരു പഞ്ചകർമ്മയെങ്കിലും ചെയ്ത് ബോഡിക്ക് ഒരു ഇത്തിരി ആശ്വാസം കൊടുക്കുന്നത് നല്ലതായിരിക്കും. പക്ഷെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് പറയുന്നത് 21 ഡേയ്സ് ചെയ്യണം എന്നുള്ളതാണ്. താങ്ക് യു സാർ. നമ്മൾ ഈ ലാഡർ ഓഫ് എഫിഷ്യൻസി എന്ന വിഷയത്തിൽ വളരെ സമഗ്രവും അതുപോലെ തന്നെ ഒത്തിരി പ്രയോജനപ്രദമായിട്ടുള്ളൊരു സെഷനാണ് സാറിലൂടെ ഇന്ന് ഇവിടെ കേൾക്കുവാനായിട്ട് സാധിച്ചത്. നമ്മളുടെ ജീവിതം എപ്രകാരം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ഐഡിയ എനിക്ക് തോന്നുന്നു ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും മനസ്സിലായി കാണും. ഒത്തിരിയധികം സന്തോഷമുണ്ട്.